Good evening. Next topic is standard penetration test. ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ മെയിൻലി വരാൻ ചാൻസ് ഉള്ളത് സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ ടെസ്റ്റിൽ എന്ത് സാമ്പിളറാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്പ്ലിറ്റ് സ്പൂൺ സാമ്പിളർ എന്ത് ടെസ്റ്റിനാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ ടെസ്റ്റിൽ യൂസ് ചെയ്യുന്ന സാമ്പിളറിൻ്റെ നെയിമാണ് സ്പ്ലിറ്റ് സ്പൂൺ സാമ്പിളർ. അതായത് നമ്മുടെ സോയിലിൻ്റെ പെനിട്രേഷൻ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് ഒരു ടെസ്റ്റാണ് സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ ടെസ്റ്റ്. നമുക്ക് സോയിലിൻ്റെ ആംഗിൾ ഓഫ് ഇന്റേണൽ ഫ്രിക്ഷനും അതുപോലെ സോയിലിൻ്റെ അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത്തും ഒക്കെ നമുക്ക് ഇത് കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ സ്പ്ലിറ്റ് സ്പൂൺ സാമ്പിളറിൻ്റെ നമ്മൾ ഗ്രൗണ്ടിൽ വെച്ച്, അതായത് ഗ്രൗണ്ട് സർഫസിൽ വെച്ച് ഒരു ഹാമർ കൊണ്ട് അടിച്ച് താത്തുവാണ്. ആ ഹാമറിൻ്റെ വെയിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 63.5 kg. അത് ഫ്രീലി ഫോളിങ് ഫ്രം എ ഹൈറ്റ് ഓഫ് 750 mm ആണ്. ഓക്കെ, സ്പ്ലിറ്റ് സ്പൂൺ സാമ്പിളർ നമ്മൾ അടിച്ചിറക്കാനായിട്ടൊരു ഹാമർ യൂസ് ചെയ്യുന്നുണ്ട്. ആ ഹാമറിൻ്റെ ഹൈറ്റ് 63.5 kg. അതുപോലെ ഫ്രീ ഫോള് 750 mm ആണ്. ദെൻ അപ്പം നമ്മൾ ആദ്യം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു 150 mm കൊടുക്കും ഈ സ്പ്ലിറ്റ് സ്പൂൺ സാമ്പിളറിന്. അതിനെയാണ് സീറ്റിംഗ് ഡ്രൈവ് എന്ന് പറയുന്നത്. അതായത് നമ്പർ ഓഫ് ബ്ലോസ് അത് നമ്മൾ കൗണ്ട് ചെയ്യില്ല, ആ 150 mm ഇറക്കാനുള്ള. പിന്നെ വീണ്ടും ഒരു 150 mm ഇറക്കും, പിന്നെയും വീണ്ടും ഒരു 150 mm താഴോട്ട് ഇറക്കും. അപ്പം ലാസ്റ്റ് ആ 300 mm ഇറക്കാൻ വേണ്ടി എത്ര നമ്പർ ഓഫ് ബ്ലോസ് ആണ് നമ്മൾ ഈ ഹാമർ വെച്ച് കൊടുത്തത്, ആ നമ്പർ ഓഫ് ബ്ലോസിനെയാണ് സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ നമ്പർ എന്ന് പറയുന്നത്, അതായത് എൻ വാല്യൂ എന്ന് പറയുന്നത്. സോ സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ ടെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ പെനിട്രേഷൻ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ടാണ്. അവിടെ യൂസ് ചെയ്യുന്ന സാമ്പിളറിന്റെ നെയിമാണ് സ്പ്ലിറ്റ് സ്പൂൺ സാമ്പിളർ. ആ സ്പ്ലിറ്റ് സ്പൂൺ സാമ്പിളർ നമ്മൾ ഗ്രൗണ്ട് സർഫസിൽ വെച്ചിട്ട് ഒരു ഹാമർ വെച്ചിട്ടാണ് നമ്മൾ ഇത് അടിച്ച് താത്തി ഇറക്കുന്നത്. ആ ഹാമറിന്റെ വെയിറ്റ് 63.5 kg ആൻഡ് ഫോളിങ് ഫ്രം എ ഹൈറ്റ് ഓഫ് 750 mm. സോ നമ്മൾ ആദ്യം ഈ സ്പ്ലിറ്റ് സ്പൂൺ സാമ്പിളർ ഗ്രൗണ്ട് സർഫസിൽ വെച്ചിട്ട് അത് ഒരു അല്ലെങ്കിൽ ആ ഹാമർ വെച്ച് നമ്മൾ അടിച്ചിറക്കുവാണ്. ഒരു 150 mm നമ്മൾ ആദ്യം താഴോട്ട് ഇറക്കും. ആ നമ്പർ ഓഫ് ബ്ലോസ് അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, കാരണം അതിനെയാണ് സീറ്റിംഗ് ഡ്രൈവ് എന്ന് പറയുന്നത്. പിന്നെ വീണ്ടും നമ്മൾ ഒരു 150 mm പ്ലസ് 150 mm, അതായത് ടോട്ടൽ 300 mm വീണ്ടും നമ്മൾ അടിച്ച് താഴോട്ട് ഇറക്കും. അത്രയും ഇറക്കാൻ എത്ര നമ്പർ ഓഫ് ബ്ലോസ് ആണോ വേണ്ടത് നമ്മൾ കൗണ്ട് ചെയ്യും. അതിനെയാണ് സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ നമ്പർ ഓർ എൻ വാല്യൂ എന്ന് പറയുന്നത്. സോ ഈ സ്പ്ലിറ്റ് സ്പൂൺ സാമ്പിളർ ആണ് എന്നുള്ളത് മാത്രം ഓർക്കുക സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ ടെസ്റ്റിൽ യൂസ്
സോ സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ ടെസ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാമ്പിളിന്റെ നെയിം സ്പ്ലിറ്റ് സ്പൂൺ സാമ്പിളർ. ദെൻ അതിന്റെ വെയിറ്റ്, ആ ഹാമറിന്റെ വെയിറ്റ് 63.5 kg, ഫ്രീ ഫോള് 750 mm. അതിൽ ആദ്യം ആ സ്പ്ലിറ്റ് സ്പൂൺ സാമ്പിളറിനെ നമ്മളൊരു 150 mm താഴോട്ട് ഇറക്കും, അതിനെ സീറ്റിംഗ് ഡ്രൈവ് എന്നും. പിന്നെ നമ്മളൊരു 300 mm പെനട്രേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ട നമ്പർ ഓഫ് ബ്ലോസ് കൗണ്ട് ചെയ്യും. അതിനെയാണ് എൻ വാല്യൂ ഓർ സ്റ്റാൻഡേർഡ് പെനട്രേഷൻ നമ്പർ എന്ന് പറയുന്നത്. ഇനി ഈ സ്റ്റാൻഡേർഡ് പെനട്രേഷൻ നമ്പറിലോട്ട് നമ്മൾ 2 കറക്ഷൻസ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ഒന്ന് ഡൈലാറ്റൻസി കറക്ഷനും വേറൊന്ന് ഓവർബർഡൻ പ്രഷർ കറക്ഷനുമാണ് അപ്ലൈ ചെയ്യുന്നത്. അതിൽ ഡൈലാറ്റൻസി കറക്ഷന്റെ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വേഷൻ മാത്രം നോക്കിയാൽ മതി. അതുപോലെ ഏത് ടൈപ്പ് ഓഫ് സോയിലാണ്, സിൽട്ടി ഫൈൻ സാൻഡ് ആൻഡ് ഫൈൻ സാൻഡ് ബിലോ ദി വാട്ടർ ടേബിൾ, ആ 2 ടൈപ്പ് ഓഫ് സോയിൽസിനുമാണ് നമ്മൾ ഈ ഡൈലാറ്റൻസി കറക്ഷൻ അപ്ലൈ ചെയ്യേണ്ട കാര്യം വരുന്നത്. കാരണം അവിടെ പോർ വാട്ടർ പ്രഷർ ഡെവലപ്പ് ചെയ്യും. അപ്പൊ ആ പോർ വാട്ടർ പ്രഷർ ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേക്കും ആ പോർ വാട്ടർ പ്രഷർ ഈ പെനിട്രേഷൻ നമ്പറിനെ അല്ലെങ്കിൽ ഈ റെസിസ്റ്റൻസിനെ കൂട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ പെനിട്രേഷൻ നമ്പറും കൂടും. അതായത് ഇറങ്ങി പോവാൻ ഒരു റെസിസ്റ്റൻസ് അവിടെ ഉണ്ടാവും, അതുകൊണ്ട് തന്നെ പെനിട്രേഷൻ നമ്പർ കൂടും. സോ നമ്മളൊരു കറക്ഷൻ അവിടെ അപ്ലൈ ചെയ്യണം. സോ കറക്റ്റഡ് പെനിട്രേഷൻ നമ്പർ ഈസ് ഈക്വൽ ടു NC is equal to 15 plus half into NR minus 15, where NR is the recorded value and NC is the corrected value. In case if NR is less than or equal to 15, then NC is taken as NR. So, ഏത് ടൈപ്പ് ഓഫ് സോയിൽ എന്ന രീതിയിലാണ് ചോദിച്ച് കണ്ടേക്കുന്നത്. സിൽട്ടി ഫൈൻ സാൻഡ് ആൻഡ് ഫൈൻ സാൻഡ് ബിലോ ദി വാട്ടർ ടേബിൾ, അവിടെ വരേണ്ട കറക്ഷൻ ഡൈലാറ്റൻസി കറക്ഷൻ ആണ്. നെക്സ്റ്റ് ഈസ് ഓവർബർഡൻ പ്രഷർ കറക്ഷൻ. അതായത് നമുക്കറിയാം ഡെപ്ത് കൂടുന്തോറും, അതായത് ഇപ്പൊ ഷാലോ ഡെപ്തിലുള്ള സോയിലിനായിരിക്കില്ല പ്രഷർ കൂടുതൽ. എവിടെയായിരിക്കും പ്രഷർ കൂടുതൽ? ഡെപ്ത് കൂടിയ സോയിലിനായിരിക്കും പ്രഷർ കൂടുതൽ. അപ്പൊ നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ ഇതിന്റെ അകത്ത് നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഓവർബർഡൻ പ്രഷർ പെനട്രേഷൻ റെസിസ്റ്റൻസിനെ എഫക്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ ഓവർബർഡൻ പ്രഷർ ഡെപ്ത് കൂടുന്തോറും കൂടുന്നത് കൊണ്ട് ഹയർ ഡെപ്തിലുള്ള സോയിലിന് ഹയർ പെനിട്രേഷൻ നമ്പറും ലോവർ ഡെപ്തിലുള്ള സോയിലിനെ ലോവർ പെനിട്രേഷൻ സോയിലുമാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷെ അങ്ങനെ ആവണം എന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ ലോവർ ഡെപ്തിലുള്ള സോയിലിന് കുറച്ചും കൂടി പെനിട്രേഷൻ നമ്പർ ഉണ്ടാവാം. സോ അവിടെ ഒരു കറക്ഷൻ അപ്ലൈ ചെയ്യണം. സോ NC is equal to NR into 350 by sigma 0 dash plus 70, where NC is the corrected value, NR is the recorded value, sigma 0 dash എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫക്റ്റീവ് പ്രഷർ അല്ലെങ്കിൽ എഫക്റ്റീവ് ഓവർബർഡൻ പ്രഷർ. അപ്പൊ അത്രയാണ് സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ ടെസ്റ്റിൽ വരുന്നത്. സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ ടെസ്റ്റിന്റെ കാര്യത്തിൽ ഓർക്കേണ്ടത് സ്പ്ലിറ്റ് സ്പൂൺ സാമ്പിളർ ആണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് 63.5 kg ഹാമർ, 750 mm ഫ്രീ ഫോള്. ദെൻ ആദ്യത്തെ 150 mm ഇറക്കാനുള്ള നമ്പർ ഓഫ് ബ്ലോസ് നമ്മൾ കൗണ്ട് ചെയ്യുന്നില്ല. പിന്നെയുള്ള 300 mm ഇറക്കാൻ എത്ര നമ്പർ ഓഫ് ബ്ലോസ് വേണോ അതിനെയാണ് സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ നമ്പർ എന്ന് പറയുന്നത്. അതിൽ 2 ടൈപ്സ് ഓഫ് കറക്ഷൻ ആണുള്ളത്. ഒന്ന് ഡയലാറ്റൻസി കറക്ഷനും ഒന്ന് ഓവർബർഡൻ പ്രഷർ കറക്ഷനും. ഡയലാറ്റൻസി കറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൽട്ടി ഫൈൻ സാൻഡ് ആൻഡ് ഫൈൻ സാൻഡ് ബിലോ ദി വാട്ടർ ടേബിൾ, അതായത് പോർ വാട്ടർ പ്രഷർ ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ റെസിസ്റ്റൻസ് കൂടുകയും അപ്പൊ പെനിട്രേഷൻ നമ്പർ കൂടുകയും ചെയ്യും. അപ്പൊ അതിനുള്ള കറക്ഷൻ ആണ് ഡയലാറ്റൻസി കറക്ഷൻ. ഇപ്പൊ ഡയലാറ്റൻസി കറക്ഷന്റെ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ NC is equal to 15 plus half into NR minus 15. അതിൽ NR is less than or equal to, ഈ ഒരു കണ്ടീഷൻ ഓർക്കുക, if NR is less than or equal to 15, NC is equal to NR. ഇനി ഓവർബർഡൻ പ്രഷർ കറക്ഷൻ, ഡെപ്ത് കൂടുന്തോറും പ്രഷർ കൂടുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഡെപ്ത് കൂടുന്തോറും ഈ ഡെപ്ത് കൂടിയ സോയിലിന് എൻ വാല്യൂ കൂടുതലാണ് എന്ന രീതിയിൽ നമ്മൾ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുവാണ്. ഓർ ഷാലോ ഡെപ്തിലുള്ള സോയിൽ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റും ചെയ്യുവാണ്. സോ അവിടെ ഒരു കറക്ഷൻ അപ്ലൈ ചെയ്യണം. ആ കറക്ഷനെയാണ് ഓവർബർഡൻ പ്രഷർ കറക്ഷൻ എന്ന് പറയുന്നത്. സോ NC is equal to NR into 350 by sigma 0 dash plus 70. നെക്സ്റ്റ് ഇസ് പ്ലേറ്റ് ലോഡ് ടെസ്റ്റ്. പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കാനായിട്ടും അതുപോലെ അവിടെ വരുന്ന സെറ്റിൽമെന്റ് കണ്ടുപിടിക്കാനുമായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡിറ്റർമിനിങ് അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് ദി സോയിൽ ആൻഡ് ദി ലൈക്ലി സെറ്റിൽമെന്റ് അണ്ടർ എ ഗിവൺ ലോഡ്. അപ്പൊ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് സർക്കുലർ ഓർ സ്ക്വയർ ബെയറിംഗ് പ്ലേറ്റ് ഓഫ് മൈൽഡ് സ്റ്റീൽ not less than 25 mm in thickness and varying in size from 300 to 750 mm. ഈ സൈസ് പല ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുണ്ട്. ഈ 300 to 750 mm എന്ന റേഞ്ച് അത് ചോദിച്ചിട്ടുണ്ട്. സോ പ്ലേറ്റ് സൈസ് നമ്മൾ അവിടെ യൂസ് ചെയ്യും. പ്ലേറ്റ് ലോഡ് ടെസ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലേറ്റിന്റെ
തിക്നെസ് നോട്ട് ലെസ് ദാൻ 25 mm ആൻഡ് സൈസ് 300 to 750 mm. അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഈ സൈസ് ഓർത്ത് വെക്കുക. അതുപോലെ പ്ലേറ്റ് ലോ ടെസ്റ്റ് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? ഫീൽഡ് ടെസ്റ്റ് ആണ്. അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റിയും സെറ്റിൽമെന്റും കണ്ടുപിടിക്കാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി വേറൊരു ടേം ഉണ്ട്, സബ്ഗ്രേഡ് മോഡുലസ്. അതും ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. സബ്ഗ്രേഡ് മോഡുലസ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ലോഡ് ഇന്റൻസിറ്റി പി അപ്ലൈഡ് ഓൺ ദ സ്റ്റാൻഡേർഡ് പ്ലേറ്റ് പെർ യൂണിറ്റ് ഡിഫ്ലക്ഷൻ. നമ്മൾ എത്രയാണ് ലോഡ് ഇന്റൻസിറ്റി കൊടുക്കുന്നത് അതിന്റെ പെർ യൂണിറ്റ് ഡിഫ്ലക്ഷൻ നമ്മൾ എത്രയാണോ കറസ്പോണ്ടിംഗ്ലി ലോഡ് ഇന്റൻസിറ്റി കൊടുക്കുന്നത് അതിന്റെ റേഷ്യോനെയാണ് സബ്ഗ്രേഡ് മോഡുലസ് കെ എന്ന് പറയുന്നത്. സോ കെ ഈസ് ഈക്വൽ ടു പി ബൈ ഡി. ഡിയുടെ വാല്യൂ 1.25 mm ആണ്. ഡിഫ്ലക്ഷന്റെ വാല്യൂ നമ്മൾ എടുക്കുന്നത് 1.25 mm ആയിട്ടാണ് എടുക്കുന്നത്. So to conduct the plate load test, a pitch size of 5 BP by BP. 5 BP by 5 BP. A BP എന്ന് വെച്ചാൽ width of the plate. അപ്പോൾ സോ 5 times the width of the plate ആണ് നമ്മൾ സൈസ് ആയിട്ട് എടുക്കുന്നത്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ സൈസും അതുപോലെ 300 to 750 mm എന്ന സൈസും ചോദിച്ചിട്ടുണ്ട്. Is excavated up to a depth of DF, where DF is the depth of proposed foundation. Depth of the foundation ആണ് DF എന്ന് പറയുന്നത്. Generally 0.3 meter square plate is used and sometimes 0.6 meter square plate are also used. So BP എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.3 or 0.6 ആയിരിക്കും. The plate is placed in the central hole. The load is applied on it by a hydraulic jack system. ഒരു ഹോൾ ഉണ്ടാവും, അതിന്റെ അകത്താണ് നമ്മൾ ഈ പ്ലേറ്റ് വെക്കുന്നത്. അതായത് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുവാണ്. ലോഡ് അപ്ലൈ ചെയ്യുന്ന മേളിൽ നിന്ന് ഒരു ഹൈഡ്രോളിക് ജാക്ക് സിസ്റ്റം വഴിയാണ് ലോഡ് അപ്ലൈ ചെയ്യുന്നത്. ഈ ലോഡിംഗ് മെക്കാനിസം ഓർക്കുക, പ്ലേറ്റ് ഒരു സെൻട്രൽ ഹോളിലാണ് വെച്ചേക്കുന്നത്. അതുപോലെ പ്ലേറ്റിന്റെ സൈസ് 300 to 750 mm ആണ്. തിക്നെസ് നോട്ട് ലെസ് ദാൻ 25 mm ആണ്. ദെൻ പിറ്റിന്റെ സൈസ്, ആ നമ്മൾ പ്ലേറ്റ് വെക്കുന്ന ആ പിറ്റിന്റെ സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 BP by 5 BP ആണ്. where BP is the width of the plate. അത്രയും ഓർത്ത് വെക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 5 BP by 5 BP എന്ന വാല്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ 300 to 750 mm ആണ് സൈസ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നമ്മൾ ആദ്യം കൊടുക്കുന്ന ഒരു സീറ്റിംഗ് ലോഡ്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സീറ്റിംഗ് ഡ്രൈവ് സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ ടെസ്റ്റിൽ 150 mm പെനിട്രേറ്റ് ചെയ്യാൻ കൊടുക്കുന്ന നമ്പർ ഓഫ് ബ്ലോസ് അത് നമ്മൾ കൗണ്ട് ചെയ്യുന്നില്ല. അതിനെയാണ് സീറ്റിംഗ് ഡ്രൈവ് ആയിട്ട് എടുക്കുന്നത്. ഇവിടെ നമ്മളൊരു സീറ്റിംഗ് ലോഡ് ആയിട്ട് 7 kN per meter square ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ദെൻ അത് നമ്മൾ റിലീസ് ചെയ്ത് കളയും. Then after that load is increased in the increment of 20% of the rate of estimated load or 1/10 of the ultimate load. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് സൈസ് ആണ് ഇമ്പോർട്ടൻ്റ് ഉള്ളൂ. ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. സൈസും പിന്നെ പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് ലോഡ് സെറ്റിൽമെന്റ് കർവ് ഫോർ പ്ലേറ്റ് ലോഡ് ടെസ്റ്റ്. ഇത് ഡെൻസ് കോക്ഷൻലെസ് സോയിൽ, കോക്ഷൻലെസ് സാൻഡി സോയിൽ, ഡെൻസ് ആൻഡ് പാർഷ്യലി കോസി സോയിലിനാകുമ്പോഴത്തേക്കും കുറച്ചും കൂടി ലീനിയർ ആയിട്ടാണ്. അതുപോലെ ലൂസ് ടു മീഡിയം കോക്ഷൻലെസ് സോയിൽ ആകുമ്പോഴും ലീനിയർ ആയിട്ടാണ്. ഇതിന് രണ്ടിനും ഒരു ചെറിയ കേർവ്ഡ് ആയിട്ടാണ് വന്നത്. സോ കർവ് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂസ് ടു മീഡിയം കോക്ഷൻലെസ് സോയിൽ ആണ്. സോ നമുക്ക് അവിടെ നിന്ന് എന്താ ഒരു ക്ലിയർ പോയിന്റ് ഓഫ് ഷിയർ ഫെയിലിയർ നമുക്ക് കിട്ടില്ല, കാരണം കറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് വരുന്നത്. കർവ് 2 കോക്സി സോയിലിന് അതുപോലെ സെറ്റിൽമെന്റ് ഹൈ ആയിരിക്കും. ഈ കർവ് 2-ൽ സെറ്റിൽമെന്റ് ഹയർ വാല്യൂ ആണ് ബാക്കി കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും. പെട്ടെന്ന് തന്നെ ലോഡ് കുറച്ച് മതി, അതിന് ലോഡ് കുറച്ച് കൊടുത്തപ്പോൾ തന്നെ സെറ്റിൽമെന്റ് ഹയർ വാല്യൂ വരുന്നുണ്ട്. കർവ് 3 is for coxy soil and curve 4 is for cautionless soil. ജസ്റ്റ് തന്നിട്ട് ഇപ്പോൾ ഏത് കർവ് ഏതിനെയാണ് ഡിനോട്ട് ചെയ്യണമെന്ന രീതിയിൽ ചോദിക്കാം. സോ ഏറ്റവും കൂടുതൽ ഡെൻസ് കോക്ഷൻലെസ് സോയിൽ ആകുമ്പോഴത്തേക്കും ആദ്യം കുറേ വാല്യൂസ് ഓഫ് ലോഡിന് സെറ്റിൽമെന്റ് തീരെ കുറവാണ്, പിന്നെയാണ് സെറ്റിൽമെന്റ് കൂടുന്നുള്ളൂ. ഏറ്റവും പെട്ടെന്ന് സെറ്റിൽമെന്റ് വരുന്നത് കോഹസി സോയിലിനാണ്. കോഹസി സോയിലിന് കുറച്ച് ലോഡ് കൊടുത്തപ്പോൾ തന്നെ
പെട്ടെന്ന് സെറ്റിൽമെന്റ് ഈ ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കും ലോഡ് പിന്നെ ഇൻക്രിമെന്റിന്റെ ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ സെറ്റിൽമെന്റ് റാപ്പിഡ്ലി ഇൻക്രീസ് ചെയ്യുവാണ്. Then settlement of footing in mm, SF is equal to SP into B into BP plus 0.3 divided by BP into B plus 0.3 the whole square, where B is the width of the footing in mm and BP is the width of the test plate in mm. Then SF is the settlement of the footing in mm, SP is the settlement of the test plate in mm. ഇതങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, ജസ്റ്റ് ഇക്വേഷൻ നോക്കിയിരുന്നാൽ മതി. ഇതങ്ങനെ ചോദിച്ചിട്ടില്ല ഇതുവരെ. നെക്സ്റ്റ് ഈസ് ഫൗണ്ടേഷൻ. ഫൗണ്ടേഷനിൽ നമുക്ക് ഷാലോ ഫൗണ്ടേഷനും ഡീപ്പ് ഫൗണ്ടേഷനും പഠിക്കാനുണ്ട്. അതിൽ കൂടുതലും പൈൽ ഫൗണ്ടേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഷാലോ ഫൗണ്ടേഷനിലാണെങ്കിലും ടൈപ്സ് ഓഫ് റാഫ്റ്റ് ഫൗണ്ടേഷനെ പറ്റിയും ഐസൊലേറ്റഡ് ഫൗണ്ടേഷനെ പറ്റിയും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ മെയിൻലി നമുക്കറിയാം ഒരു സ്ട്രക്ചറിന് 2 പാർട്സ് ആണുള്ളത്, ഒന്ന് സൂപ്പർ സ്ട്രക്ചറും ഒന്ന് സബ് സ്ട്രക്ചറും. Superstructure is above the plinth level and substructure which is below the plinth level. Then the soil on which the foundation rests is called foundation soil. താഴെ ഫൗണ്ടേഷന് താഴെ വരുന്ന ആ സോയിൽ, ഫൗണ്ടേഷൻ ഡയറക്ട്ലി ഇൻ കോണ്ടാക്ട് ദ സോയിൽ, ആ സോയിലിനെയാണ് ഫൗണ്ടേഷൻ സോയിൽ എന്ന് പറയുന്നത്. സോ ഫൗണ്ടേഷൻ എന്തിനു വേണ്ടിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഒന്ന് എന്തിനു വേണ്ടിയിട്ടാണ്? മേളിൽ നിന്ന് വരുന്നുള്ള ലോഡിനെ ലാർജർ ഏരിയയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട്, പിന്നെ സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, സ്റ്റെബിലിറ്റി കൊടുക്കാൻ, സ്ട്രക്ചറിന് സ്റ്റെബിലിറ്റി കൊടുക്കാനായിട്ട്, അതുപോലെ ഒരു ലെവൽ സർഫസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട്, ഇതിനു വേണ്ടിയിട്ടാണ് ഫൗണ്ടേഷൻ കൊടുക്കുന്നത്. ഇനി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സോയിൽ പ്രഷർ, ഇതാണ് നമ്മുടെ ഫൂട്ടിങ്. അതിൽ കോഹസീവ് സോയിലിനും കോഹഷൻലെസ് സോയിലിനും ഈ സോയിൽ പ്രഷറിന്റെ അല്ലെങ്കിൽ കോണ്ടാക്ട് പ്രഷറിന്റെ വേരിയേഷൻ ഉണ്ട്. അപ്പോൾ ഈ കോഹഷൻലെസ് സോയിൽ ആകുമ്പോഴത്തേക്കും എഡ്ജസിൽ മിനിമവും അതുപോലെ സെന്ററിൽ മാക്സിമം ആയിരിക്കും. ഈ രണ്ട് എഡ്ജിൽ മിനിമം വാല്യൂവും സെന്ററിൽ മാക്സിമം വാല്യൂ ആയിരിക്കും. കോഹഷൻലെസ് സോയിൽ നേരെ ഓപ്പോസിറ്റ് ആണ് കോഹസീവ് സോയിൽ. അത് ഓർത്ത് വെക്കുക, ഈ ഒരു ഫിഗർ ഓർത്ത് വെക്കുക. കോഹഷൻലെസ് സോയിൽ എഡ്ജസിൽ സോയിൽ പ്രഷർ മിനിമവും അതുപോലെ സെന്ററിൽ മാക്സിമം വാല്യൂ ആണ്. ഇനി കോഹസീവ് സോയിൽ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് വരുന്നത്, അതായത് എഡ്ജസിൽ രണ്ടിലും മാക്സിമവും സെന്ററിൽ മിനിമം ആണ് വരുന്നത് ഇൻ കേസ് ഓഫ് കോഹസീവ് സോയിൽ. അപ്പൊ അത് ഓർത്ത് വെക്കുക. സോയിൽ പ്രഷർ ഈസ് മാക്സിമം അറ്റ് ദ സെന്റർ ഇൻ ദ കേസ് ഓഫ് കോഹഷൻലെസ് സോയിൽ, ആൻഡ് ഇൻ ദ കേസ് ഓഫ് കോഹസീവ് സോയിൽ ഇറ്റ് ഈസ് മിനിമം അറ്റ് ദി സെന്റർ, എഡ്ജസിലാണ് മാക്സിമം. അത് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചിട്ടുണ്ട് ഒരു തവണ എന്തോ. ഇനി ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻ പറഞ്ഞു. ഫൗണ്ടേഷൻ മെയിൻലി 2 ടൈപ്സ്, ഷാലോ ഫൗണ്ടേഷൻ ആൻഡ് ഡീപ്പ് ഫൗണ്ടേഷൻ. ഷാലോ ഫൗണ്ടേഷനിൽ തന്നെ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് ആൻഡ് കമ്പൈൻഡ് ഫൂട്ടിംഗ്. അതിൽ ഐസൊലേറ്റഡ് ഫൂട്ടിംഗിൽ മെയിൻലി പാഡ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു ഫൗണ്ടേഷൻ ഉണ്ട്. കമ്പൈൻഡ് ഫൂട്ടിംഗിലാകുമ്പോൾ സ്ട്രിപ്പ് ഫൗണ്ടേഷനും റാഫ്റ്റ് ഫൗണ്ടേഷനും. ഇനി ഡീപ്പ് ഫൗണ്ടേഷനിൽ പൈൽ ഫൗണ്ടേഷനും പിയർ ഫൗണ്ടേഷനും. പൈലിൽ തന്നെ വരുന്നത് ഫ്രിക്ഷൻ പൈലും വരുന്നുണ്ട്, ലോഡ് ബെയറിംഗ് പൈലും വരുന്നുണ്ട്. സോ ഷാലോ ഫൗണ്ടേഷൻ എന്ന് വെച്ചാൽ ഡെപ്ത് ടു വിഡ്ത്ത്, അല്ലെങ്കിൽ ഡെപ്ത് അറ്റ് വിച്ച് ദ ഫൗണ്ടേഷൻ ഈസ് പ്ലേസ്ഡ് ഈസ് ലെസ് ദാൻ ഇറ്റ്സ് വിഡ്ത്ത്. അല്ലെങ്കിൽ എങ്ങനെ പറയാ, d by b ഈസ് ലെസ് ദാൻ 1. d ലെസ് ദാൻ b എന്ന് വെച്ച് കഴിഞ്ഞാൽ d by b ലെസ് ദാൻ 1 എന്ന് എഴുതാലോ. അങ്ങനെയാണ് ഷാലോ ഫൗണ്ടേഷൻ നമ്മൾ ഡെഫിനിഷൻ പറയുന്നത്. ഇനി ഷാലോ ഫൗണ്ടേഷന് വേറൊരു നെയിമും കൂടിയുണ്ട്, സ്പ്രെഡ് ഫൂട്ടിംഗ് എന്നൊരു നെയിമും കൂടിയുണ്ട്. അത് ഓർത്ത് വെക്കുക. ഷാലോ ഫൗണ്ടേഷന്റെ വേറൊരു നെയിം സ്പ്രെഡ് ഫൂട്ടിംഗ്. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ലോഡ് ഓഫ് ദ സൂപ്പർ സ്ട്രക്ചർ ഇൻ ടു ദ ഗ്രൗണ്ട് ലാറ്ററലി. അതുകൊണ്ടാണ് അതിനെ സ്പ്രെഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് അതിനെ സ്പ്രെഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡീപ്പ് ഫൗണ്ടേഷൻ ആകുമ്പോൾ നേരെ തിരിച്ച്, ഡെപ്ത് ഈസ് ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് വിഡ്ത്ത് ആണ്. Depth to width ratio of the foundation is usually greater than 4 to 5. ഈ വാല്യൂ ചോദിച്ചിട്ടുണ്ട്, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടായിരുന്നു. ഈ ഡീപ്പ് ഫൗണ്ടേഷനിൽ d by b റേഷ്യോ എങ്ങനെയാണ്? സാധാരണ ഗ്രേറ്റർ ദാൻ 1 എന്നാണ് നമ്മൾ പറയാറ്, പക്ഷേ യൂഷ്വലി ഗ്രേറ്റർ ദാൻ 4 to 5 ആണ് ഇൻ ദ കേസ് ഓഫ് ഡീപ്പ് ഫൗണ്ടേഷൻ. Unlike shallow foundation, deep foundation distribute the load of superstructure into the ground vertically rather than laterally. അതായത് ഷാലോ ഫൗണ്ടേഷനിൽ എങ്ങനെയായിരുന്നു, നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ് ഹൊറിസോണ്ടലി, ലാറ്ററലി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ്. പക്ഷെ ഡീപ്പ് ഫൗണ്ടേഷനിൽ കുറച്ചും കൂടി വെർട്ടിക്കലായിട്ട് ആണ് ഈ ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതായത് താഴോട്ട് വെർട്ടിക്കലായിട്ട് ട്രാൻസ്ഫർ ചെയ്യുവാണ്. അതുകൊണ്ടാണ് ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് തന്നെ പറയുന്നത്. താഴോട്ട് ഡീപ്പായിട്ട് ഇത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുവാണ്.
ബട്ട് ഷാലോ ഫൗണ്ടേഷനിലാവുമ്പോഴത്തേക്കും ഹൊറിസോണ്ടലി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ്. അതുകൊണ്ട് അതിനെ സ്പ്രെഡ് ഫൂട്ടിംഗ് അല്ലെങ്കിൽ സ്പ്രെഡ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നു. അതില് ഷാലോ ഫൗണ്ടേഷനിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ ആണ് ഐസൊലേറ്റഡ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ്. അതായത് ഒരു കോളത്തിന്റെ താഴെ നമ്മൾ കൊടുക്കുന്ന in framed structure where several columns are to be constructed, isolated footings can adopt it. സിമ്പിൾ കോളം ഫൂട്ടിംഗ് ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം, സ്റ്റെപ്ഡ് വാൾ ഫൂട്ടിംഗ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാം, സ്റ്റെപ്ഡ് കോളായിട്ട് പ്രൊവൈഡ് ചെയ്യാം, സിമ്പിൾ വാൾ ഫൂട്ടിംഗ് ആയിട്ട്, സ്ലോപ്ഡ് കോൾ. ആ കോളത്തിന്റെ താഴെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഐസൊലേറ്റഡ് ആയിട്ട് നിൽക്കുന്നത് അതിനാണ് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇനി റാഫ്റ്റ് ഫൗണ്ടേഷൻ, അത് ഇത്തിരി ഇമ്പോർട്ടന്റ് ആണ്. റാഫ്റ്റ് ഫൗണ്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തിക്ക് കോൺക്രീറ്റ് സ്ലാബ് ആണ്. റാഫ്റ്റ് അല്ലെങ്കിൽ മാറ്റ് ഫൗണ്ടേഷൻ എന്നും പറയാറുണ്ട്. തിക്ക് കോൺക്രീറ്റ് സ്ലാബ് ആണ്, റീഇൻഫോഴ്സ്ഡ് വിത്ത് സ്റ്റീൽ which covers the entire contact area of a structure like a thick floor. അതായത് റാഫ്റ്റ് ഫൗണ്ടേഷൻ അതിനെ മാറ്റ് ഫൗണ്ടേഷൻ എന്നും പറയാറുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് കൊടുത്തു, അതായത് ഓരോ കോളത്തിന്റെയും താഴെ ഓരോ ഫൂട്ടിംഗ് പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെ കുറെ കോളം ഉണ്ട്, കുറെ ഇൻഡിവിജ്വൽ ഫൂട്ടിങ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടി വരുക. അങ്ങനെ പ്രൊവൈഡ് ചെയ്ത് ടോട്ടൽ നമ്മുടെ ബിൽഡിംഗ് ഏരിയനേക്കാൾ അതിന്റെ 50% കൂടുതൽ ഏരിയ നമുക്ക് ഈ ഫൂട്ടിങ്ങിന് വേണമെങ്കിൽ അത് എക്കണോമിക്കൽ അല്ല. അതിലും ഭേദം എല്ലാ കോളത്തിനെയും കണക്ട് ചെയ്ത് ഒരൊറ്റ സ്ലാബ് പോലെ അതല്ലെങ്കിൽ മാറ്റ് പോലെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണ് ഒരു ഫൂട്ടിംഗ്. അതിനെയാണ് റാഫ്റ്റ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഒരു തിക്ക് കോൺക്രീറ്റ് സ്ലാബാണ്, അപ്പൊ ആ എല്ലാ കോളത്തിനെയും കണക്ട് ചെയ്ത് നമ്മളൊരു സ്ലാബ് പോലെ പ്രൊവൈഡ് ചെയ്യുകയാണ്. അങ്ങനത്തെ ഒരു ഫൂട്ടിങ്ങിനെയാണ് റാഫ്റ്റ് അല്ലെങ്കിൽ മാറ്റ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. സോ റാഫ്റ്റ് ഫൗണ്ടേഷൻ എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യണത്? റാഫ്റ്റ് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത് ലോഡ് ഒരുപാട് ഹൈ ആയിട്ട് വരുമ്പോഴും അതുപോലെ ആ സോയിൽ വീക്ക് ആവുമ്പോഴും, അതായത് നമ്മുടെ ഫൗണ്ടേഷൻ സോയിൽ വീക്ക് ആവുമ്പോഴോ ഫൗണ്ടേഷൻ സോയിലിന്റെ ബെയറിംഗ് പ്രഷർ കുറവായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഹൈലി കംപ്രസിബിൾ ആവുമ്പോഴോ ഒക്കെയാണ് നമ്മൾ റാഫ്റ്റ് ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യാറ്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ the area required by the individual footings exceed more than 50% of the total building area. അത് ഓരോ ഫൂട്ടിങ്ങും നമ്മൾ കൊടുത്ത് വരുമ്പോഴത്തേക്കും ടോട്ടൽ ബിൽഡിംഗ് ഏരിയയുടെ 50%-നേക്കാൾ കൂടുതൽ എക്സീഡ് ആവുകയാണെങ്കിൽ അതിലും ഭേദം നമുക്ക് ഒരൊറ്റ മാറ്റ് പോലെ അല്ലെങ്കിൽ ഒരൊറ്റ സ്ലാബ് പോലെ റാഫ്റ്റ് ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ് നല്ലത്. സോ റാഫ്റ്റ് ഫൗണ്ടേഷൻ കൊടുക്കുന്നത് ബെയറിംഗ് പ്രഷർ കുറവാകുമ്പോൾ, അതുപോലെ സോയിൽ ഹൈലി കംപ്രസിബിൾ ആകുമ്പോൾ, അതുപോലെ ഹെവി ലോഡ്സ് എക്സീഡ് ചെയ്യുമ്പോൾ. അതുപോലെ പിന്നെ വേറൊരു കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയ റിക്വയർഡ് ബൈ ഇൻഡിവിജ്വൽ ഫൂട്ടിങ്സ് എക്സീഡ് 50% ഓഫ് ദി ടോട്ടൽ ബിൽഡിംഗ് ഏരിയ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, റാഫ്റ്റ് ഫൗണ്ടേഷൻ ചോദിച്ചിട്ടുണ്ട് പല ക്വസ്റ്റ്യൻ പേപ്പറിലും. സോ റാഫ്റ്റ് ഫൗണ്ടേഷൻ കുറച്ചും കൂടി നമുക്ക്, അതായത് ഡീപ്പ് ഫൗണ്ടേഷൻ കൊടുക്കാൻ പറ്റാത്ത കേസിലൊക്കെ നമുക്ക് ഷാലോ ഫൗണ്ടേഷൻ ആണ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, പക്ഷെ സോയിൽ വീക്ക് ആണ് എന്ന സിറ്റുവേഷനിലൊക്കെ നമ്മൾ റാഫ്റ്റ് ഫൗണ്ടേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യാറ്. നെക്സ്റ്റ് ഈസ് കമ്പൈൻഡ് ഫൗണ്ടേഷൻ. അതായത് രണ്ടോ അതിൽ കൂടുതലോ കോളത്തിനെ കണക്ട് ചെയ്ത ഒരൊറ്റ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് സിംഗിൾ സ്പ്രെഡ് ഫൂട്ടിംഗ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുവാണ്. അതിനെയാണ് കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. അതിൽ തന്നെ റെക്ടാങ്കുലർ കമ്പൈൻഡ് ഫൂട്ടിംഗ് ഉണ്ട്, ട്രപ്പീസോയിഡൽ കമ്പൈൻഡ് ഫൂട്ടിംഗ് ഉണ്ട്. റെക്ടാങ്കുലർ കമ്പൈൻഡ് ഫൂട്ടിംഗിൽ ഏകദേശം രണ്ട് കോളം ലോഡും ഏകദേശം സെയിം ആയിരിക്കും. ട്രപ്പീസോയിഡൽ ഫൂട്ടിംഗിലാവുമ്പോഴത്തേക്കും ഇന്റീരിയർ കോളം ഈസ് ലൈറ്റർ ദാൻ എക്സ്റ്റീരിയർ കോളം ആയിരിക്കും. അത്രയാണ് വ്യത്യാസം വരുന്നത്. ഒന്നുമില്ല, രണ്ട് കോളത്തിന് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ കൊണ്ട് കണക്ട് ചെയ്യുന്നു. ഇതിനെയാണ് കമ്പൈൻഡ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് പൈൽ ഫൗണ്ടേഷൻ. പൈൽ ഫൗണ്ടേഷനിൽ തന്നെ 2 ടൈപ്സ് ഉണ്ട്. പൈൽ ഫൗണ്ടേഷൻ ഒരു ഡീപ്പ് ഫൗണ്ടേഷൻ ആണ്. നമ്മൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യണത്? അണ്ടർഗ്രൗണ്ട് സ്ട്രക്ചറിൽ, അതുപോലെ ഇറോഷൻ ഉണ്ടാവാൻ ചാൻസ് ഉള്ള സോയില്, പിന്നെ ഹൈ റൈസ് സ്ട്രക്ചർ ടവേഴ്സില്, ട്രാൻസ്മിഷൻ ടവേഴ്സില്, പിന്നെ അണ്ടർ ബ്രിഡ്ജ് ഒക്കെ നമുക്ക് പൈൽ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം. അപ്പൊ അതിൽ തന്നെ 2 ടൈപ്സ് ഓഫ് പൈൽസ് ഉണ്ട്. ഫ്രിക്ഷൻ പൈലും ഉണ്ട്, എംബെയറിംഗ് പൈലും ഉണ്ട്. പിന്നെ ഇതിന്റെ രണ്ടിന്റെയും കമ്പൈൻഡ് പൈലും കൂടി വരും. സോ ഫ്രിക്ഷൻ പൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പൈല്, ആ പൈലിൽ നമ്മൾ റോള് ട്രാൻസ്ഫർ ചെയ്യുന്നത് സോയിലും പൈലും തമ്മിലുള്ള ഫ്രിക്ഷൻ റെസിസ്റ്റൻസ് വെച്ചാണെങ്കിൽ അതിനെയാണ് ഫ്രിക്ഷൻ പൈൽ എന്ന് പറയുന്നത്. സോ ഫ്രിക്ഷണൽ ആക്ഷൻ കാരണം മാത്രമാണ് ലോഡ് സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് ഫ്രിക്ഷൻ പൈൽ എന്ന് പറയുന്നത്. ഇനി ലോഡ് ബെയറിംഗ് ഓർ എൻ ബെയറിംഗ് പൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടത്തിലെ ബെയറിംഗ് ആക്ഷൻ കാരണമാണ് നമ്മൾ മേളിൽ നിന്ന് ലോഡ് കൊടുക്കുന്നു, അത് റെസിസ്റ്റ് ചെയ്യുന്നത് ബോട്ടത്തിലെ ആ ബെയറിംഗ് ആക്ഷൻ കാരണം മാത്രമാണ് റെസിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഫ്രിക്ഷൻ ഇല്ല, എൻ ബെയറിംഗ് മാത്രമേ ഉള്ളൂ. അതിനെയാണ് ലോഡ് ബെയറിംഗ് ഓർ എൻ ബെയറിംഗ് പൈൽ എന്ന് പറയുന്നത്.
ഇത് രണ്ടും ഉണ്ടെങ്കിൽ, അതായത് ഫ്രിക്ഷണൽ ആക്ഷനും ഒരു പൈലിനുണ്ട്, എൻഡ് ബെയറിംഗ് ആക്ഷനും ഒരു പൈലിനുണ്ട്, അങ്ങനെയാണെങ്കിൽ അതിനെ കമ്പൈൻഡ് പൈൽ എന്നും പറയും. സോ ഫ്രിക്ഷൻ പൈല് കൺസ്ട്രക്ട് ചെയ്യാൻ ഒന്നില്ലെങ്കിൽ കാസ്റ്റ് അയണോ, സിമെന്റ് കോൺക്രീറ്റോ, ടിമ്പറോ, സ്റ്റീലോ, റോട്ട് അയണോ, കോമ്പോസിറ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. ഇതുപോലെ ലോഡ് ബെയറിംഗ് പൈലാണെങ്കിൽ സ്റ്റീൽ ഷീറ്റ് പൈൽസോ, കോൺക്രീറ്റ് പൈൽസോ, ടിമ്പർ പൈൽസോ ഒക്കെയാണ് കോമൺലി കാണാറ്. ഇനി വേറൊരു ടോപ്പിക്, അത് ഇതിന്റെ അകത്ത് വരുന്നതല്ല, പക്ഷെ ഞാൻ നോക്കിയപ്പോൾ കണ്ടതാണ്. അതായത് ആംഗിൾ ഓഫ് റിപ്പോസ് എന്നൊരു വാല്യൂ അല്ലെങ്കിൽ അങ്ങനെ ഒരു ടേം ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതായത് ആംഗിൾ ഓഫ് റിപ്പോസ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് റിപ്പോസ് ഓഫ് എ ഗ്രാനുലാർ മെറ്റീരിയൽ is the steepest angle of the descent or dip relative to the horizontal plane to which a material can be piled without slumping. The angle of repose can range from 0 to 90 degree. At this angle, the material on the slope face is on the verge of sliding. അത് ആംഗിൾ ഓഫ് റിപ്പോസ് വെച്ച് നമ്മളൊരു സാധനം ഡംപ് ചെയ്ത് മീൻസ് പൈൽ ചെയ്തിടുവാണ്. ഫോർ എക്സാമ്പിൾ ഇത് ഇങ്ങനെ നമ്മൾ പൈൽ ചെയ്തിടുവാണ്. അപ്പോൾ അതായത് ഗ്രാനുലാർ മെറ്റീരിയലാണ് ഈ ആംഗിൾ ഓഫ് റിപ്പോസ് എന്ന വാല്യൂ വരുന്നത് കൂടുതലും. അപ്പോൾ അങ്ങനെ നമ്മൾ ഡംപ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ, ആ ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് റിപ്പോസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കണ്ടീഷനിൽ കറക്റ്റ് ഓൺ ദി വെർജ് ഓഫ് ഫെയിലിയറിലാണ്. കുറച്ച് വ്യത്യാസം, ഒരു ഇത്തിരി എന്താ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫെയിലിയർ ഉണ്ടാവും. ആ ഒരു കണ്ടീഷനിലാണ് ഈ സിറ്റുവേഷനിൽ നിൽക്കുന്നത്. ആ ഒരു കണ്ടീഷനിലാണ് ഈ ഒരു സംഭവം നിൽക്കുന്നത്. ആ ഈ ആംഗിൾ ഓഫ് റിപ്പോസ് എന്ന വാല്യൂ നിൽക്കുന്നത് ഓൺ ദ വെർജ് ഓഫ് ഫെയിലിയറിലാണ്. സ്ലോപ്പ് ഫേസ് ഇസ് ഓൺ ദ വെർജ് ഓഫ് സ്ലൈഡിങ്. ഇപ്പൊ സ്ലൈഡ് ചെയ്ത് വീഴും എന്നൊരു സിറ്റുവേഷനിലാണ് ഈ ആംഗിളിൽ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നിൽക്കുന്നത്. ആ ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് റിപ്പോസ് എന്ന് പറയുന്നത്. സ്റ്റീപ്പ്, അത്രയും സ്റ്റീപ്പസ്റ്റ്, എത്ര സ്റ്റീപ്പസ്റ്റിലാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്, ആ ജസ്റ്റ് ഓൺ ദ വെർജ് ഓഫ് സ്ലൈഡിങ് ആണ്. ഒരു ഇത്രയും ഒരു പൊടിക്കും കൂടി സ്റ്റീപ്പ് ആയി കഴിഞ്ഞാൽ അവിടെ ഫെയിലിയർ സംഭവിക്കും അല്ലെങ്കിൽ സ്ലൈഡിങ് സംഭവിക്കും. ആ ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് റിപ്പോസ് എന്ന് പറയുന്നത്. അതിന്റെ വാല്യൂവിന്റെ റേഞ്ച് അത് പഠിച്ചു വെക്കുക. 0 ഡിഗ്രി ടു 90 ഡിഗ്രി ആണ് ആംഗിൾ ഓഫ് റിപ്പോസിന്റെ വാല്യൂ. നെക്സ്റ്റ് ഈസ് മെഷീൻ ഫൗണ്ടേഷൻ. സോ വേറൊന്നും അതിനകത്തില്ല. പിന്നെ ഷാലോ ഫൗണ്ടേഷൻ്റെ അകത്ത് വരുന്നത് അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി, നെറ്റ് അൾട്ടിമേറ്റ്, അത് ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്, അതാണ് വരുന്നുള്ളൂ. പിന്നെ ഉള്ളത് മെഷീൻ ഫൗണ്ടേഷൻ ആണ്. മെഷീൻ ഫൗണ്ടേഷനിൽ വരുന്ന ലോഡ്, രണ്ട് ടൈപ്പ് ഓഫ് ലോഡ് വരുന്നുണ്ട് അവിടെ. സ്റ്റാറ്റിക് ലോഡും ഉണ്ട്, ഡൈനാമിക് ലോഡും ഉണ്ട്. സ്റ്റാറ്റിക് ലോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷീന്റെയും അതുപോലെ ഫൗണ്ടേഷന്റെ വെയിറ്റും, അത് രണ്ടുമാണ് സ്റ്റാറ്റിക് ലോഡ് എന്ന് പറയുന്നത്. ഡൈനാമിക് ലോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെഷീന്റെ ഡൈനാമിക് ഓപ്പറേഷൻ കാരണം അല്ലെങ്കിൽ മെഷീന്റെ മൂവ്മെന്റ് കാരണം വരുന്ന ലോഡ്, അതിനെയാണ് ഡൈനാമിക് ലോഡ് എന്ന് വരുന്നത്. ഇനി ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻ: ബ്ലോക്ക് ടൈപ്പ്, കേസൺ ഓർ ബോക്സ് ടൈപ്പ്, വാൾ ടൈപ്പ്. ഈ 3 ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻ ആണുള്ളത്. 3 ടൈപ്പ് ഓഫ് മെഷീൻ ഫൗണ്ടേഷൻ ആണുള്ളത്: ബ്ലോക്ക് ടൈപ്പ്, ബോക്സ് ഓർ കേസൺ ടൈപ്പ് ആൻഡ് വാൾ ടൈപ്പ്. അതിൽ ബ്ലോക്ക് ടൈപ്പിന്റെ ഫിഗർ ആണിത്. ബ്ലോക്ക് ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലോക്ക് പോലെ, ഒരു ബ്ലോക്കിന്റെ അകത്താണ് ഈ മെഷീൻ വന്ന് റെസ്റ്റ് ചെയ്യുന്നത്. ഫൗണ്ടേഷൻ ഒരു ബ്ലോക്ക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ബ്ലോക്ക് ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അവിടെ മാസ് കൂടുതലായിരിക്കും. ഇനി ബോക്സ് ഓർ കേസൺ ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് ഒരു ഹോൾ ഉണ്ട്, അതൊരു ബോക്സ് പോലെയാണ്. സോ ഇതിന്റെ അകത്തൊരു ഹോളാണ്, അപ്പൊ മാസ് കുറഞ്ഞു. മാസ് കുറയുമ്പോൾ എന്ത് സംഭവിക്കും, ഫ്രീക്വൻസി കൂടുതലായിരിക്കും ഈ ടൈപ്പ് ഓഫ് ഫൗണ്ടേഷനിൽ. ഇനി വാൾ ഫൗണ്ടേഷന്റെ അകത്ത് പെയർ ഓഫ് വാൾസ് ഉണ്ടാവും, അതിന്റെ മേലെ ഒരു ടോപ്പ് സ്ലാബ് ഉണ്ടാവും. ആ ടോപ്പ് സ്ലാബിലാണ് ഈ മെഷീൻ വന്ന് റെസ്റ്റ് ചെയ്യുന്നത്. So block type foundation consists of a pedestal resting on a footing and have large mass and a small natural frequency. കാരണം ബ്ലോക്ക് ടൈപ്പിൽ മാസ് കൂടുതലാണ്, ഫുള്ളി ഫിൽഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ മാസ് കൂടുതലാണ്. മാസ് കൂടുതലാകുമ്പോൾ ഫ്രീക്വൻസി കുറവായിരിക്കും. ഇപ്പൊ റെസിപ്രോക്കേറ്റിംഗ് ടൈപ്പ് മെഷീൻസിലാണ് നമ്മൾ ബ്ലോക്ക് ടൈപ്പ് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത്. ഏത് മെഷീനിലാണെന്ന് ഓർത്ത് വെക്കുക. റെസിപ്രോക്കേറ്റിംഗ് ടൈപ്പ് മെഷീനിലാണ് നമ്മൾ ബ്ലോക്ക് ടൈപ്പ് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത്. ഇനി ബോക്സ് ടൈപ്പ് ആകുമ്പോഴത്തേക്കും ഒരു ഹോളോ കോൺക്രീറ്റ് ബ്ലോക്ക് ഉണ്ടാവും. അതിൻ്റെ അകത്ത് അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, അകത്ത് ഹോളോ ഉണ്ട്. സോ അതുകൊണ്ട് മാസ് കുറയും. മാസ് കുറയുമ്പോൾ എന്ത് സംഭവിക്കും, ഫ്രീക്വൻസി കൂടുതലായിരിക്കും. ഇനി വാൾ ടൈപ്പ് ആകുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു 2 വെർട്ടിക്കൽ കോളം ഉണ്ടാവും, മേളൊരു ഹൊറിസോണ്ടൽ ഫ്രെയിം ഉണ്ടാവും. അതിന്റെ ടോപ്പിലാണ് മെഷീൻ റെസ്റ്റ് ചെയ്യുന്നത്. ലാർജർ മെഷീൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ, വാൾ ടൈപ്പ് ഫൗണ്ടേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഫോർ സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റം ആകുമ്പോഴത്തേക്കും അത് നമുക്ക്
അതായത് നമുക്ക് ശരിക്കും എം ഡി സ്ക്വയർ ഇസെഡ് ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് സി ഡി ഇസെഡ് ബൈ ഡി ടി പ്ലസ് കെ ഇസെഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടി, where m is the mass of foundation plus mass of the ആ ഓസിലേറ്ററിന്റെ മാസം കൂടി വരും. ഇനി കെ എന്ന് വെച്ചാൽ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ്. കെ ഈസ് ഈക്വൽ ടു 1.13 ഇ ബൈ 1 മൈനസ് യു സ്ക്വയർ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എ. ഇത് പക്ഷേ നിങ്ങൾക്ക് ഡെറിവേഷൻ ആയിട്ടാണ് ഉള്ളത്, പക്ഷെ അത് ആവശ്യമില്ലാത്തതുകൊണ്ട് ജസ്റ്റ് അത് നോക്കേണ്ട കാര്യമില്ല. അതിൽ വരുന്ന ഡെറിവേഷന്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഇതാണ്, ഒമേഗ എൻ എന്ന വാല്യൂ ആണ്. ആ വാല്യൂ പഠിച്ചു വെക്കുക. അതായത് ഒമേഗ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ ഫ്രീക്വൻസി ആണ്, നാച്ചുറൽ സർക്കുലാർ ഫ്രീക്വൻസി ആണ്. ആ നാച്ചുറൽ സർക്കുലാർ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് കെ ബൈ എം ആണ്. കെ ഈസ് ദി സ്റ്റിഫ്നെസ് അല്ലെങ്കിൽ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആൻഡ് എം ഈസ് ദി മാസ്. അത് ഓർത്ത് വെക്കുക. നാച്ചുറൽ സർക്കുലാർ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് കെ ബൈ എം, where k is the spring constant അല്ലെങ്കിൽ stiffness, m എന്ന് വെച്ചാൽ മാസ് ആണ്. അതുപോലെ വേറൊരു ഇക്വേഷൻ കൂടി ഉണ്ട്, ഇത് എംപിരിക്കൽ ഇക്വേഷൻ ആണ്. അത് സി യു ഇസ് ഈക്വൽ ടു 1.13 ഇൻറ്റു ഇ ബൈ 1 മൈനസ് മ്യൂ സ്ക്വയർ ഇൻറ്റു 1 ബൈ റൂട്ട് എ. ഇവിടെ സി യു എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് യൂണിഫോം എലാസ്റ്റിക് കംപ്രഷൻ ഓർ കോഎഫിഷ്യന്റ് ഓഫ് എലാസ്റ്റിക് യൂണിഫോം കംപ്രഷൻ. എ ഇസ് ദി ഏരിയ ഓഫ് കോണ്ടാക്ട് or contact area of the foundation with the soil. ഈ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് വെലാസിറ്റി ആണ്. വേറൊരു ഇക്വേഷൻ കൂടി ഉണ്ട്, ഒമേഗ എന്നും സി യും കണക്ട് ചെയ്ത്. ഒമേഗ എൻ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് സി യു ഇൻറ്റു എ ബൈ എം. ഇത് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷെ സിലബസിൽ മെഷീൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് വരുന്ന മെയിൻലി ആ മെഷീൻ ഫൗണ്ടേഷന്റെ ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻ, ബ്ലോക്ക് ടൈപ്പ്, ബോക്സ് ടൈപ്പ്, വാൾ ടൈപ്പ് ആണ് വന്നത്. പിന്നെയുള്ള ഈ 3 ഇക്വേഷൻസും പഠിക്കുക. അതായത് ഒമേഗ എൻ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് കെ ബൈ എം, നാച്ചുറൽ സർക്കുലർ ഫ്രീക്വൻസി ആണ് ഒമേഗ എൻ, സ്ക്വയർ റൂട്ട് ഓഫ് കെ ബൈ എം. പിന്നെ എംപിരിക്കൽ ഇക്വേഷൻ സി യു ഇസ് ഈക്വൽ ടു 1.13 ഇൻറ്റു ഇ ബൈ 1 മൈനസ് മ്യൂ സ്ക്വയർ ഇൻറ്റു 1 ബൈ റൂട്ട് എ. ദെൻ പിന്നെയുള്ളത് ഒമേഗ എൻ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് സി യു ഇൻറ്റു എ ബൈ എം. ഇത്രയാണ് 3 ഇക്വേഷൻസ് ആണ് ഈ മെഷീൻ ഫൗണ്ടേഷനിൽ വരുന്നുള്ളൂ. ഇനിയുള്ളത് ഗ്രൗണ്ട് ഇംപ്രൂവ്മെന്റ് ടെക്നിക്സ്. പിന്നെയുള്ള മെഷീൻ ഫൗണ്ടേഷനിൽ ഡെറിവേഷൻസ് ഒക്കെയാണ്. ഡെറിവേഷൻ അതായത് ഇപ്പോൾ മാസ് സ്പ്രിംഗ് മോഡൽ ഫോർ അൺഡാംഡ് ഫ്രീ വൈബ്രേഷൻ, ഡാംഡ് ഫ്രീ വൈബ്രേഷൻ, അങ്ങനെ കുറെ സാധനങ്ങളാണുള്ളത്. ഫ്രീ വൈബ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മൾ എക്സ്റ്റേണലി വേറൊരു ഫോഴ്സും കൊടുക്കുന്നില്ല, അതിനാണ് ഫ്രീ വൈബ്രേഷൻ എന്ന് പറയുന്നത്. പക്ഷെ അതിലൊക്കെ ഡെറിവേഷൻ ആണുള്ളൂ. സോ അതിൽ നിന്ന് വേറൊന്നും പഠിക്കാനില്ല. സോ ഈ 3 ഇക്വേഷൻസും ആ ടൈപ്സ് ഓഫ് 3 ഫൗണ്ടേഷനും അതും പഠിക്കുക. ഇനി ഗ്രൗണ്ട് ഇംപ്രൂവ്മെന്റ് ടെക്നിക്സ് ആണ് ലാസ്റ്റ് ടോപ്പിക്. അതിൽ ഗ്രൗണ്ട് ഇംപ്രൂവ്മെന്റ് ടെക്നിക്സിൽ പല ഗ്രൗണ്ട് ഇംപ്രൂവ്മെന്റ് ടെക്നിക്സ് ഉണ്ട്. നമുക്ക് സ്റ്റെബിലൈസേഷൻ യൂസ് ചെയ്യാം, അതുപോലെ മെക്കാനിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്യാം, ഹൈഡ്രോളിക് മെത്തേഡ്സ് യൂസ് ചെയ്യാം. അതിൽ മെയിൻലി കണ്ടുവരുന്ന മെത്തേഡ്സ് എന്ന് വെച്ചാൽ വെർട്ടിക്കൽ ഡ്രെയിൻസ് ഒന്ന്. വെർട്ടിക്കൽ ഡ്രെയിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൺസോൾട്ടേഷൻ. എന്തായിരുന്നു കൺസോൾട്ടേഷൻ? കൺസോൾട്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടറിനെ എക്സ്പെൽ ഔട്ട് ചെയ്തിട്ട് വോളിയം കുറയ്ക്കുക, ആ ഒരു പ്രോസസ്സാണ് കൺസോൾട്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് പോർ വാട്ടർ പ്രഷർ എപ്പോഴും നമുക്ക് കളയണം. അപ്പൊ ആ ഒരു പോർ വാട്ടർ പ്രഷർ കളയുന്ന ആ ഒരു പ്രോസസ്സ് ആക്സിലറേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് വെർട്ടിക്കൽ ഡ്രെയിൻ എന്ന് പറയുന്നത്. അതായത് ഫോർ ഫെസിലിറ്റേറ്റിംഗ് ദ ഡ്രെയിനേജ് ഓഫ് ദ പോർ വാട്ടർ, അതിനെയാണ് വെർട്ടിക്കൽ ഡ്രെയിൻ, അതിന് വേണ്ടിയിട്ടാണ് വെർട്ടിക്കൽ ഡ്രെയിൻസ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ വെർട്ടിക്കൽ ഡ്രെയിനിൽ നമ്മൾ 2 ടൈപ്സ് ഓഫ് ഡ്രെയിൻസ് യൂസ് ചെയ്യാറുണ്ട്. ഒന്ന് സാൻഡ് ഡ്രെയിൻസും ഒന്ന് വിക്ക് ഡ്രെയിൻസും. അതിൽ സാൻഡ് ഡ്രെയിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് സാൻഡ് ഡ്രെയിൻസ്. അതായത് നമ്മളൊരു ബോർഹോള് ഡ്രിൽ ചെയ്യും, അതിൻ്റെ അത് സാൻഡ് ഫില്ല് ചെയ്യും. ആ ക്ലേ സോയിലിലോട്ടാണ് നമ്മൾ ഈ സംഭവം ചെയ്യുന്നത്. അതായത് ഈ സറൗണ്ടിങ് കാണുന്ന സോയിൽ ക്ലേ ആണ്. അപ്പൊ നമ്മൾ ബോർഹോൾ ഡ്രിൽ ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് സാൻഡ് ഫില്ല് ചെയ്യുക. അപ്പൊ ഈ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവിടെ നിന്നുള്ള പോർ വാട്ടർ പ്രഷർ എല്ലാം ഈ സാൻഡ് ഡ്രെയിൻസ് പെട്ടെന്ന് തന്നെ ഇങ്ങടേക്ക് വലിച്ചെടുത്ത് അതിനെ കളയുക ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന് ഡ്രെയിൻ ഔട്ട് ചെയ്ത് കളയും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സാൻഡ് ഡ്രെയിൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ പോർ വാട്ടർ പ്രഷർ ഡിസിപ്പേഷൻ ആക്സലറേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് സാൻഡ് ഡ്രെയിൻസ് യൂസ് ചെയ്യുന്നത്. സോ സാൻഡ് ഡ്രെയിൻ ഇസ് എ സിമ്പിൾ പ്രോസസ് എംപ്ലോയിങ് എ കോളം ഓഫ് അറ്റ്ലീസ്റ്റ് 10 inches in width augured into the ground to be surcharged and consolidated. അതായത് ഈ കോളത്തിന്റെ വിട്ടാ പറഞ്ഞത് 10 inches. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ പോർ വാട്ടർ പ്രഷർ ഡിസിപ്പേറ്റ് ചെയ്ത് കളയാനായിട്ടാണ് ഈ സാൻഡ് ഡ്രെയിൻസ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് വിക്ക് ഡ്രെയിൻ. വിക്ക് ഡ്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 inches ആണ്. ഇവിടെ നമ്മൾ പറഞ്ഞ 10 inches ആണ് വൈഡ്, ഇവിടെ 4 inches വൈഡും അതുപോലെ 1/8 inch തിക്ക്
which act as a high permeability conduit for water to flow out of the soil and the surface. ഒരു കോൺഡ്യൂട്ട് ആയിട്ടാണ് നമ്മൾ ഇത് ഈ വിഗ് ഡ്രെയിൻ ആക്ട് ചെയ്യുന്നത്. കുറച്ചും കൂടി തിന്നറാണ് കമ്പയർഡ് ടു സാൻഡ് ഡ്രെയിൻസ്. കുറച്ചും കൂടി ആ തിക്നെസ് കുറവായിരിക്കും വിഗ് ഡ്രെയിൻസിന്. അപ്പോൾ ഒരു കോൺഡ്യൂട്ട് അല്ലെങ്കിൽ ഒരു പൈപ്പായിട്ട് ആക്ട് ചെയ്ത് ഇവിടെ നിന്നുള്ള വെള്ളം കയറി മേളിലോട്ട് ഒറിസോണ്ടൽ സർഫസിലോട്ട് ഡ്രെയിൻ ചെയ്ത് കളയുവാണ് ചെയ്യണത്. അപ്പോൾ മെയിൻലി മോസ്റ്റ് കോമൺ ആപ്ലിക്കേഷൻ ഓഫ് വിഗ് ഡ്രെയിൻസ് ഈസ് ഫോർ ആക്സിലറേറ്റിംഗ് ദ സെറ്റിൽമെന്റ് റേറ്റ് ഓഫ് കംപ്രസിബിൾ സോയിൽസ്. അതായത് സെറ്റിൽമെന്റ് റേറ്റ് ആക്സിലറേറ്റ് ചെയ്യിക്കുക എന്ന് വെച്ചാൽ എന്താ, കൺസോൾട്ടേഷൻ ആക്സിലറേറ്റ് ചെയ്യിപ്പിക്കുക. സെറ്റിൽമെന്റ് റേറ്റ് ആക്സിലറേറ്റ് ചെയ്യിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസോൾട്ടേഷൻ ആക്സിലറേറ്റ് ചെയ്യിപ്പിക്കുക എന്ന് തന്നെയല്ലേ അർത്ഥം. കൺസോൾട്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടറിനെ എക്സ്പെൽ ഔട്ട് ചെയ്ത് അവിടുത്തെ വോളിയം കുറയ്ക്കുക. അതായത് അവിടുത്തെ സെറ്റിൽമെന്റ് എത്രയാണോ അത് നേരത്തെ ഉണ്ടാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ്. കാരണം പിന്നെ നമ്മൾ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള സെറ്റിൽമെന്റ് കുറയ്ക്കണം. അല്ലെങ്കിൽ ആദ്യമേ നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ അവിടെ സെറ്റിൽമെന്റ് ഉണ്ടാവും. അപ്പൊ അത് നേരത്തെ ആക്സിലറേറ്റ് ചെയ്ത് സർചാർജ് വെക്കുവാണെങ്കിൽ തന്നെ അതിന്റെ കൂടെ ഈ വിഗ് ഡ്രെയിനും കൂടി കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് സെറ്റിൽമെന്റ് ആക്സിലറേറ്റ് ചെയ്ത് നമുക്ക് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഉണ്ടാവുന്ന സെറ്റിൽമെന്റ് പോസ്റ്റ് കൺസ്ട്രക്ഷൻ സെറ്റിൽമെന്റ് കുറയ്ക്കാൻ പറ്റും. ഇപ്പൊ രണ്ടെണ്ണം, സാൻഡ് ഡ്രെയിനും വിഗ് ഡ്രെയിനും. പിന്നെയുള്ള സോയിൽ നെയിലിംഗ്. സോയിൽ നെയിലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി ഇറ്റ് ഇസ് ആൻ ടെക്നിക് ഫോർ റീഇൻഫോഴ്സിംഗ്, സ്റ്റെബിലൈസിംഗ് ആൻഡ് റീറ്റെയിനിങ് എക്സ്കവേഷൻസ് ആൻഡ് ഡീപ് കട്ട്സ്. എ ഷോർട്ട്ക്രീറ്റ് ഫേസിംഗ് ഈസ് ടിപ്പിക്കലി അപ്ലൈഡ്. അതായത് ഒരു റീറ്റെയിനിങ് വാളിലൊക്കെയാണ് നമ്മൾ മെയിൻലി ഇത് അപ്ലൈ ചെയ്യുന്നത്. സോയിൽ നെയിലിംഗ് ഒരു റീഇൻഫോഴ്സിംഗ് ബാർ നമ്മൾ കൊടുക്കുവാണ്, നെയിൽ പോലെ നമ്മൾ ഇത് കൊടുക്കുവാണ്. ഈ ഡീപ്പ് കട്ടിലോ അല്ലെങ്കിൽ റീറ്റെയിനിങ് വാളിലോ ഒരു റീഇൻഫോഴ്സിംഗ് മെത്തേഡായിട്ട് അല്ലെങ്കിൽ സ്റ്റെബിലൈസിംഗ് മെത്തേഡായിട്ട് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുവാണ്. ഇപ്പൊ ഷോർട്ട് ക്രീപ്പ് ഫേസിംഗും കൂടി നമ്മൾ ഇതിനകത്ത് അപ്ലൈ ചെയ്യും ഈ സോയിൽ നെയിലിംഗിൽ. Then next is stone column. Stone column is also known as vibro replacement or vibro displacement. ഈ നെയിം ഓർത്തു വെക്കുക. Stone column is also known as vibro replacement or vibro displacement. And it is a ground improvement process where vertical columns of compacted aggregate are formed to the soils to be improved. അതായത് കുറേ കോളംസ് നമ്മൾ കൊടുക്കുക, അതിൻ്റെ അകത്ത് ഈ അഗ്രിഗേറ്റ്സ്, കോമ്പാക്റ്റഡ് ആയിട്ടുള്ള അഗ്രിഗേറ്റ്, വെറുതെ അഗ്രിഗേറ്റ് അല്ല, കോമ്പാക്റ്റഡ് ആയിട്ട് അഗ്രിഗേറ്റ് ഫില്ല് ചെയ്തിട്ട് നമ്മൾ ഓരോ സ്പേസിങ് വെച്ചിട്ട് നമ്മൾ ഈ സ്റ്റോൺ കോളം താഴോട്ട് ഇറക്കി കൊടുക്കുവാണ്. അതിനെ വൈബ്രോ റീപ്ലേസ്മെന്റ് ഓർ വൈബ്രോ ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡ് എന്നും കൂടി പറയുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് വൈബ്രോ കോമ്പാക്ഷൻ. അപ്പൊ മാറിപ്പോകരുത്, ഇത് വൈബ്രോ റീപ്ലേസ്മെന്റ് ഓർ വൈബ്രോ ഡിസ്പ്ലേസ്മെന്റ് ആയിരുന്നു. നെക്സ്റ്റ് ഈസ് വൈബ്രോ കോമ്പാക്ഷൻ. വൈബ്രോ കോമ്പാക്ഷൻ ഏത് ടൈപ്പ് ഓഫ് സോയിലാണ് ഓർത്ത് വെക്കുക? ഡെൻസിഫൈങ് ലൂസ് സാൻഡ് ടു ക്രിയേറ്റ് സ്റ്റേബിൾ ഫൗണ്ടേഷൻ സോയിൽസ്. ലൂസ് സാൻഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ വൈബ്രോ കോമ്പാക്ഷൻ യൂസ് ചെയ്യുന്നത്. അത് ഈ കോമ്പാക്ഷൻ വെച്ചൊന്ന് ഓർത്താൽ മതി. കാരണം കോമ്പാക്ഷൻ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് എവിടെയാ? ലൂസ് സോയിൽസിനാണ് നമ്മൾ കോമ്പാക്ഷൻ അപ്ലൈ ചെയ്യുന്നത്, കാരണം എയർ എക്സ്പെൽ ഔട്ട് ആവാനായിട്ട്. സോ വൈബ്രോ കോമ്പാക്ഷൻ എന്ന് പറയുമ്പോൾ ലൂസ് സാൻഡിനാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഒരു വൈബ്രേറ്റർ ഉണ്ടാവും, അതുപോലെ വാട്ടർ ജെറ്റിംഗ് ഉണ്ടാവും. സോ ഹൈ പ്രഷറിൽ നമ്മൾ വാട്ടർ ജെറ്റിംഗ് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെ കോമ്പാക്ട് ചെയ്യുന്നത്. ഒരു നമുക്ക് അച്ചീവ് ചെയ്യേണ്ട റിലേറ്റഡ് ഡെൻസിറ്റി 70 to 85% നമുക്ക് റിലേറ്റഡ് ഡെൻസിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റും. അതുപോലെ എബോവ് വാട്ടർ ടേബിൾ ആയിക്കോട്ടെ ബിലോ വാട്ടർ ടേബിൾ ആയിക്കോട്ടെ നമുക്ക് കോമ്പാക്ഷൻ അച്ചീവ് ചെയ്യാൻ പറ്റും. അതും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചില മെത്തേഡും നമുക്ക് ബിലോ വാട്ടർ ടേബിൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സോ ബിലോ വാട്ടർ ടേബിൾ ഇത് ഫീസിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഫീസിബിൾ ആണ്. വാട്ടർ ടേബിളിന്റെ പ്രസൻസ് ഉണ്ടെങ്കിലും പ്രശ്നമില്ല, നമുക്ക് ഈ വൈബ്രോ കോമ്പാക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. സോ വൈബ്രോ കോമ്പാക്ഷൻ മെത്തേഡ് ലൂസ് സാൻഡ് സോയിൽസിനാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ എത്ര പെർസെന്റേജ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും? റിലേറ്റഡ് ഡെൻസിറ്റി ഓഫ് 70 to 85% നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. പിന്നെ എബോവ് ആൻഡ് ബിലോ വാട്ടർ ടേബിളിനും ഈ മെത്തേഡ് സ്യൂട്ടബിൾ ആണ്. നെക്സ്റ്റ് ഈസ് ഡൈനാമിക് കോമ്പാക്ഷൻ. ആ പേര് വെച്ച് തന്നെ അറിയാം. ഡൈനാമിക് കോമ്പാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും വെയിറ്റ്, ഹെവി വെയിറ്റ് പെട്ടെന്ന് ഡ്രോപ്പ് ചെയ്യുവാണ് നമ്മൾ ഗ്രൗണ്ടിലോട്ട് സോയിൽ ഡെൻസിഫൈ ചെയ്യാനായിട്ട്. അപ്പൊ സാധാരണ നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്ന വെയിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാമ്പേഴ്സ് ആണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന്റെ വെയിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 to 20 ടൺസും അതുപോലെ ഹൈറ്റ് എത്ര ഹൈറ്റിൽ നിന്നാണ് നമ്മൾ ഫ്രീലി ഫോളോ ചെയ്യുന്നത് അത് 40 to 80 ഫീറ്റും ആണ് നമ്മൾ സാധാരണ കോമൺലി അഡോപ്റ്റ് ചെയ്യുന്നത്. സോ ഇത്രയാണ് മെയിൻലി
GT2 ഉള്ളൂ. പിന്നെയുള്ളത് കുറച്ച് ക്വസ്റ്റ്യൻസ്, കാരണം സിലബസിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻസും ഞാൻ കണ്ടായിരുന്നു. സോ ആ ക്വസ്റ്റ്യൻസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഫ്രിയാറ്റിക് ലൈൻ ക്യാൻ ബി ലൊക്കേറ്റഡ് ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ്. ഫ്രിയാറ്റിക് ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് ഫ്ലോ ലൈൻ ഇൻ ആൻ എർത്ത് ഡാം, അതിനെയാണ് ഫ്രിയാറ്റിക് ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതായത് എർത്ത് ഡാം എടുക്കുവാണെങ്കിൽ അതിൻ്റെ അകത്ത് 2 ടൈപ്സ് ഓഫ് ലൈൻ ഉണ്ട്. ഫ്ലോ ലൈനും ഉണ്ട്, ഇക്വിപൊട്ടൻഷ്യൽ ലൈനും ഉണ്ട്. നിങ്ങൾ FME പഠിക്കണ. ഫ്ലോ ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ പാർട്ടിക്കിളിന്റെ ഫ്ലോയുടെ ഡയറക്ഷനിൽ അതേ ഡയറക്ഷനിൽ തന്നെ വന്ന ലൈനെയാണ് ഫ്ലോ ലൈൻ എന്ന് പറയുന്നത്. ഇനി ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വൽ ഹെഡ് കണക്ട് ചെയ്യുന്ന ലൈനിന്, അതിനെയാണ് ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ എന്ന് പറയുന്നത്. സോ ഈ ഫ്ലോ ലൈനും ഇക്വിപൊട്ടൻഷ്യൽ ലൈനും പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പൊ ഈ ഫ്ലോ ലൈനിൽ തന്നെ ഏറ്റവും മുകളിലത്തെ ഫ്ലോ ലൈൻ, അതിനെയാണ് ഫ്രിയാറ്റിക് ലൈൻ എന്ന് പറയുന്നത്. സോ ഒരു എർത്ത് ഡാം എടുക്കുമ്പോഴത്തേക്കും 2 ടൈപ്സ് ഓഫ് ലൈൻസ് ആണ് ഉണ്ടാവുക. ഫ്ലോ ലൈനും ഉണ്ടാവും, ഇക്വിപൊട്ടൻഷ്യൽ ലൈനും ഉണ്ടാവും. ഫ്ലോ ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ പാർട്ടിക്കിളിന്റെ പാത്ത്, ആ പാത്ത് റെപ്രസെന്റ് ചെയ്യുന്ന ലൈൻസ് ആണ് ഫ്ലോ ലൈൻ എന്ന് പറയുന്നത്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ലൈനാണ് ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ എന്ന് പറയുന്നത്. ആ ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വൽ ഹെഡ് ഓഫ് വാട്ടർ, അതിനെ കണക്ട് ചെയ്യുന്ന ലൈൻസ് ആണ് ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ. ഇനി ഈ ഫ്ലോ ലൈനിൽ തന്നെ ടോപ്പ് ഫ്ലോ ലൈൻ ഇൻ ആൻ എർത്ത് ഡാം ഈസ് നോൺ ആസ് ഫ്രിയാറ്റിക് ലൈൻ. അപ്പൊ ഈ ഫ്രിയാറ്റിക് ലൈൻ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് കുറെ മെത്തേഡ്സ് ഉണ്ട്. അത് ഗ്രാഫിക്കൽ മെത്തേഡ് ഉണ്ട്, എക്സ്പെരിമെന്റൽ മെത്തേഡ് ഉണ്ട്, അനലറ്റിക്കൽ മെത്തേഡ് ഉണ്ട്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. സോ ഇതാണ് ഫ്ലോ ലൈൻ, ഇത് ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ, ഇതാണ് ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ. സോ ഈ ഇതാണ് ഇപ്പൊ എർത്ത് ഡാം എങ്കിൽ ഈ ടോപ്പ് ഫ്ലോ ലൈൻ ആണ് ഫ്രിയാറ്റിക് ലൈൻ. അതുപോലെ ടോപ്പ് ഫ്ലോ ലൈനിൽ എന്ത് പ്രഷർ ആയിരിക്കും വരുന്നത്? അറ്റ്മോസ്ഫിയർ പ്രഷർ ആയിരിക്കും ആ ടോപ്പ് ഫ്ലോ ലൈനിൽ വരുന്നത്. ഫ്രിയാറ്റിക് ലൈനിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയർ പ്രഷർ ആണ്, കാരണം ടോപ്പ് ഫ്ലോ ലൈൻ ആണ്. ഇത്രയും കാര്യം ഓർത്ത് വെക്കുക. എർത്ത് ഡാമിൽ വരുന്ന 2 ലൈൻസ്, അതിന് ഫ്ലോ നെറ്റ് എന്ന് പറയും കേട്ടോ. ഫ്ലോ നെറ്റ് ആണ് ഈ ഫ്ലോ ലൈനും ഇക്വിപൊട്ടൻഷ്യൽ ലൈനിന്റെയും കോമ്പിനേഷനാണ് ഫ്ലോ നെറ്റ് എന്ന് പറയുന്നത്. ഫ്ലോ ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ പാർട്ടിക്കിളിന്റെ പാത്തിന്, അതിന് റെപ്രസെന്റ് ചെയ്യുന്ന ലൈനാണ് ഫ്ലോ ലൈൻ. ഇക്വിപൊട്ടൻഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ലൈൻ കണക്ടിങ് ഈക്വൽ ഹെഡ് ഓഫ് വാട്ടർ, അതാണ് ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ. ആൻഡ് ഫ്ലോ ലൈൻ ആൻഡ് ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. Then top flow line in an earth dam is known as phreatic line. Phreatic line is subjected to atmospheric pressure. അതുപോലെ ഫ്രിയാറ്റിക് ലൈൻ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ട മെത്തേഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാഫിക്കൽ മെത്തേഡ്, എക്സ്പെരിമെന്റൽ മെത്തേഡ്, അനലറ്റിക്കൽ മെത്തേഡ്. സോ ഓൾ ഓഫ് ദി അബവ് നമുക്ക് ആൻസർ ആയിട്ട് പറയാം. Top flow line in an earth dam is known as phreatic line. Next is a flow net can be used for which of the following purpose? Flow net എന്തായിരുന്നു? കോമ്പിനേഷൻ ഓഫ് ഫ്ലോ ലൈൻ ആൻഡ് ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ, അതാണ് ഫ്ലോ നെറ്റ്. അപ്പൊ നമ്മൾ ഫ്ലോ നെറ്റ് യൂസ് ചെയ്യുന്നത് സീപ്പേജ്, എന്തോരം വാട്ടർ സീപ്പ് ചെയ്യുന്നുണ്ട്, കാരണം ഫ്ലോ ലൈൻ വെച്ച് നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റും. വാട്ടർ സീപ്പ് ചെയ്യുന്ന എന്തോരം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ സീപ്പേജ് കിട്ടിക്കാൻ നമുക്ക് സീപ്പേജ് പ്രഷർ കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറും കണ്ടുപിടിക്കാൻ പറ്റും. സോ ഓൾ ഓഫ് ദി അബവ് ആണ് ആൻസർ. അതുപോലെ നമുക്ക് എക്സിറ്റ് ഗ്രേഡിയന്റും ഫ്ലോ നെറ്റ് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. Next, the portion between 2 successive flow lines is known as. Portion between 2 successive flow line is known as flow channel. ഒരു റെക്ടാങ്കുലർ പോർഷൻ പോലെ വരും. ആ ഒരു സ്പേസിനെയാണ്, 2 ഫ്ലോ ലൈനിന്റെ ഇടയ്ക്ക് വരുന്ന ആ ഒരു പോർഷനെയാണ് ഫ്ലോ ചാനൽ എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞതാണിത്, ഫ്ലോ ലൈൻസും ഇക്വിപൊട്ടൻഷ്യൽ ലൈൻസും എങ്ങനെയായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. ഫ്ലോ ലൈൻസ് ആൻഡ് ഇക്വിപൊട്ടൻഷ്യൽ ലൈൻസ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. Then, according to consolidation theory, soil deposits may be divided into dash classes. അത് ഞാൻ പറഞ്ഞതായിരുന്നു കൺസോളിഡേഷൻ പറഞ്ഞപ്പോൾ. കൺസോളിഡേഷൻ അനുസരിച്ച് എത്ര സോയിൽ ഡെപ്പോസിറ്റ്സ് ആണുള്ളത്? ഓവർ കൺസോളിഡേറ്റഡ് സോയിൽ ഉണ്ട്, പിന്നെ നോർമലി കൺസോളിഡേറ്റഡ് സോയിൽ ഉണ്ട്, അണ്ടർ കൺസോളിഡേറ്റഡ് സോയിൽ ഉണ്ട്. ഓവർ കൺസോളിഡേറ്റഡ് സോയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇപ്പോഴത്തെ പ്രഷറിനേക്കാൾ കൂടുതൽ പ്രഷർ നേരത്തെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ഓവർ കൺസോളിഡേറ്റഡ് സോയിൽ എന്ന് പറയുന്നത്. നോർമലി കൺസോളിഡേറ്റഡ് സോയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷർ എത്രയാണോ അതാണ് അതിന്റെ ലൈഫിൽ തന്നെ കിട്ടിയിരിക്കുന്ന മാക്സിമം പ്രഷർ. ഇനി അണ്ടർ കൺസോളിഡേറ്റഡ് സോയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കൊടുക്കുന്ന പ്രഷറിൽ പോലും അത് കൺസോളിഡേറ്റഡ് ആയിട്ടില്ല.
അതിനെയാണ് അണ്ടർ കൺസോളിഡേറ്റ് സോയിൽ. സോ അക്കോർഡിംഗ് ടു കൺസോളേഷൻ തിയറി, the soil deposits may be divided into 3 classes. Next, for successful dewatering in fine non-cohesive soils, dash method is used. ഡീവാട്ടറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഡ്രെയിനേജ് ആണ്. അതായത് വാട്ടറിനെ ഡ്രെയിൻ ചെയ്ത് കളയുക. ആ ഒരു പ്രോസസ്സാണ് ഡീവാട്ടറിംഗ് എന്ന് പറയുന്നത്. അതായത് വാട്ടർ ടേബിൾ ലോവർ ചെയ്യുന്ന പ്രോസസ്സാണ് ഡീവാട്ടറിംഗ്. അതിൽ കൊഹഷൻലെസ് സോയിലിനാണ്. കൊഹഷൻലെസ് സോയിലിന് ഫൈൻ കൊഹഷൻലെസ് സോയിൽ, അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് വാക്വം മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യാറ്. ഫൈൻ കൊഹഷൻലെസ് സോയിൽ. ഇനി കൊഹസീവ് സോയിൽ ആയിരുന്നെങ്കിൽ ഇലക്ട്രോ ഓസ്മോസിസ് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇലക്ട്രോ ഓസ്മോസിസ് മെത്തേഡാണ് കൊഹസീവ് സോയിൽ നമ്മൾ ബെറ്റർ ആയിട്ട് ഡ്രെയിനേജിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. കൊഹഷൻലെസ് സോയിലിന്, അതായത് ഫൈൻ ഗ്രൈൻഡ് കൊഹഷൻലെസ് സോയിലാണെങ്കിൽ നമ്മൾ വാക്വം മെത്തേഡ് യൂസ് ചെയ്യും. ഇപ്പൊ കോഴ്സ് ഗ്രൈൻഡ് ആണെങ്കിൽ, അതായത് കുറച്ചും കൂടി അത്രയും ഫൈൻ അല്ല എങ്കിൽ നമ്മൾ വെൽ പോയിന്റ് സിസ്റ്റം ആണ് യൂസ് ചെയ്യുള്ളൂ. ഡിച്ചസും സംസും ഒക്കെ നമ്മൾ മോസ്റ്റ് കോമൺലി, അതായത് കോഴ്സ് ഗ്രൈൻഡ് സോയിൽസിനൊക്കെ യൂസ് ചെയ്താൽ മതി. ഒത്തിരി വാട്ടർ ഒന്നും ഡ്രെയിൻ ചെയ്ത് കളയേണ്ട ആവശ്യമില്ലെങ്കിലാണ് നമ്മൾ ഡിച്ചസും സംസും യൂസ് ചെയ്യുള്ളൂ. വെൽ പോയിന്റ് സിസ്റ്റം നമ്മൾ കുറച്ചും കൂടി കോഴ്സ് ഗ്രൈൻഡ് സോയിൽ 3 to 4 മീറ്റർ ഒക്കെ വാട്ടർ ടേബിൾ ലോവർ ചെയ്താൽ മതി ഒക്കെ വരുമ്പോഴാണ് നമ്മൾ വെൽ പോയിന്റ് സിസ്റ്റം യൂസ് ചെയ്യണത്. ഇനി ഫൈൻ കൊഹഷൻലെസ് സോയിൽ, അതായത് സിൽട്ടി ഫൈൻ സാൻഡ് അല്ലെങ്കിൽ ഫൈൻ സാൻഡ് ഒക്കെ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് വാക്വം മെത്തേഡ്. ഇനി കൊഹസീവ് സോയിൽ വരുമ്പോൾ, അതായത് ക്ലേ സോയിലൊക്കെ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഇലക്ട്രോ ഓസ്മോസിസ് മെത്തേഡ്. അല്ലെങ്കിൽ പ്യുവർ സിൽട്ടി സോയിൽ ഒക്കെ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഇലക്ട്രോ ഓസ്മോസിസ് മെത്തേഡ്. അതായത് കൊഹസീവ് സോയിൽ വരുമ്പോൾ ബെറ്റർ ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇലക്ട്രോ ഓസ്മോസിസ് മെത്തേഡാണ്. അതൊരു വട്ടം ചോദിച്ചിട്ടുണ്ട്. കൊഹസീവ് സോയിലിന് ഏറ്റവും ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യേണ്ട ഡീവാട്ടറിംഗ് മെത്തേഡ് ഏതാണ്? അത് ഇലക്ട്രോ ഓസ്മോസിസ് ആണ്. So for fine grained soils that are non-cohesive like silty sand, well point system can be extended by vacuum method. In electro osmosis method is used for dewatering of fine cohesive soil. Then എന്താണ് ഡീവാട്ടറിംഗ് അല്ലെങ്കിൽ ഡ്രെയിനേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ the removal of excess of water from the saturated soil mass is called drainage and dewatering. എക്സസ് വാട്ടറിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡ്രെയിനേജ് ആൻഡ് ഡീവാട്ടറിംഗ് എന്ന് പറയുന്നത്. ഇനി വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് ടു ലോവർ വാട്ടർ ടേബിൾ യൂസിങ് ഗ്രാവിറ്റി ഫ്ലോ? ഇതിൽ ഓപ്ഷൻ എ അവിടെ നിൽക്കട്ടെ. ഓപ്ഷൻ ബി എന്ന് വെച്ചാൽ ജനറലൈസ് ചെയ്ത് പറയുന്നത് നമ്മൾ ഡീവാട്ടറിംഗ്, അത് ഗ്രാവിറ്റി ഫ്ലോ ആണോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഡീവാട്ടറിംഗ് മെത്തേഡ്സിലാണ് എല്ലാ മെത്തേഡും വരുന്നത്. അതായത് വെൽ പോയിന്റ് ആയിക്കോട്ടെ, ഇലക്ട്രോസ്മോസിസ് ആയിക്കോട്ടെ, വാക്വം മെത്തേഡ് ആയിക്കോട്ടെ, എന്ത് മെത്തേഡ്, അത് ജനറലി അതിന് പറയുന്ന നെയിമാണ് ഡീവാട്ടറിംഗ്. ദെൻ വാട്ടർ സക്ഷൻ മെത്തേഡ് എന്തായാലും ഗ്രാവിറ്റി ഫ്ലോ വെച്ചല്ലാന്ന് അറിയാലോ. കാരണം വാട്ടർ സക്ഷൻ എന്ന് വെച്ചാൽ പിടിച്ച് വലിക്കുവാണ്, മുകളിലോട്ട് സക്ഷൻ ചെയ്തെടുക്കുവാണ്, സക്ക് ചെയ്തെടുക്കുവാണെന്നല്ലേ പറയുള്ളൂ. ദെൻ ഡീഹൈഡ്രേഷൻ എന്നൊരു പ്രോസസ് ഇല്ല, അതായത് ജിയോടെക്കിലില്ല. ഡീഹൈഡ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡീഹൈഡ്രേറ്റ് ആയി പോവാണ് എന്നല്ലേ പറയുള്ളൂ. പക്ഷെ ഒരു ഡീവാട്ടറിംഗ് മെത്തേഡ് ഒന്നുമല്ല ഡീഹൈഡ്രേഷൻ. സോ അപ്പൊ ആൻസർ എന്തായിരിക്കും? വെൽ പോയിന്റ് സിസ്റ്റം ആണ്. അല്ലെങ്കിൽ വെൽ പോയിന്റ് സിസ്റ്റം ഗ്രാവിറ്റി ഫ്ലോ വഴിയാണ് വാട്ടർ ടേബിളിനെ ലോവർ ചെയ്യുന്നത്. അതിൽ തന്നെ മൾട്ടി സ്റ്റേജ് വെൽ പോയിന്റും ഉണ്ട്, സിംഗിൾ സ്റ്റേജ് വെൽ പോയിന്റ് സിസ്റ്റം ഉണ്ട്. 3 to 4 മീറ്റർ ആണ് നമ്മൾ സിംഗിൾ സ്റ്റേജ് വെൽ പോയിന്റ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്രാവിറ്റി ഫ്ലോ വെച്ച് വാട്ടർ ടേബിൾ ലോവർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് വെൽ പോയിന്റ് സിസ്റ്റം. നെക്സ്റ്റ് ഇസ് കെംപ്ടൺസ് pore pressure coefficient B for saturated soil. ഇത് ചോദിച്ചിട്ടുണ്ട്, മിക്കപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അതായത് കെംപ്ടൺസ് pore pressure പാരാമീറ്റേഴ്സ് എന്ന് വെച്ചാൽ രണ്ടെണ്ണാണുള്ളത്. ഒന്ന് എ ആൻഡ് ബി, രണ്ട് വാല്യൂസ് ആണ്, രണ്ട് pore pressure പാരാമീറ്റേഴ്സ് ആണുള്ളത്. എയും ഉണ്ട് ബിയും ഉണ്ട്. അതിൽ ബിക്കാണ് സ്പെസിഫിക് ആയിട്ട് വാല്യൂ ഉള്ളൂ. അതായത് സാച്ചുറേറ്റഡ് സോയിലിന് ഒരു വാല്യൂ, അതുപോലെ പെർഫെക്റ്റ്ലി ഡ്രൈ സോയിലിന് വേറൊരു വാല്യൂ, ഈ കെംപ്ടൺസ് pore pressure coefficient. അപ്പോൾ സാച്ചുറേറ്റഡ് സോയിലിന് ബിയുടെ വാല്യൂ 1ഉം അതുപോലെ ഡ്രൈ സോയിൽ ആണെങ്കിൽ ബിയുടെ വാല്യൂ 0യും ആണ്. അത് ഓർത്ത് വെക്കുക. B is a function of degree of saturation of the soil, and is equal to 1 for saturated soil and is equal to 0 for
ഡ്രൈ സോയിൽ. അതുപോലെ കെംപ്റ്റൻസ് പോർ പ്രഷർ വേറൊരു പാരാമീറ്റർ ആണ് എന്ത്, എ. ആ പാരാമീറ്റർ കോൺസ്റ്റന്റ് അല്ല, അത് ഓവർ കൺസോളേഷൻ റേഷ്യോ വെച്ചും അതുപോലെ ഡീവിയേറ്റഡ് സ്ട്രെസ് വെച്ചും അത് വേരി ചെയ്യുന്നുണ്ട്. അതുപോലെ പോർ വാട്ടർ പ്രഷർ വെച്ചും അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സാധാരണ നമ്മൾ പറയുന്നത് ഡെൽറ്റ യു ബൈ ഡെൽറ്റ സിഗ്മ വെച്ചാണ് നമ്മൾ എടുക്കാറ്. പാരാമീറ്റർ എ, അതായത് ചേഞ്ച് ഇൻ പോർ വാട്ടർ പ്രഷർ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സ്ട്രെസ്, ചേഞ്ച് ഇൻ ഡീവിയേറ്റഡ് സ്ട്രെസ് വെച്ചാണ് നമ്മൾ എടുക്കാറ് സാധാരണ എയുടെ വാല്യൂ. ബിയുടെ വാല്യൂ ഓർത്തു വെക്കാം. സാച്ചുറേറ്റഡ് സോയിൽസിനാണെങ്കിൽ 1ഉം ഡ്രൈ സോയിലിനാണെങ്കിൽ 0യും ആണ്. കെംപ്റ്റൻസ് പോർ പ്രഷർ പാരാമീറ്റർ. ഇനി കംപ്രഷൻ ഇൻഡെക്സ് ഓഫ് ദി സോയിൽ. എന്തായിരുന്നു കംപ്രഷൻ ഇൻഡെക്സ്? കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. കംപ്രഷൻ ഇൻഡെക്സ് എന്ന് വെച്ചാൽ CC ആണ്. CC എന്ന് വെച്ചാൽ കൺസോളേഷനിൽ വരുന്നതാണ്. സ്ലോപ്പ് ഓഫ് ഇ ലോഗ് സിഗ്മ ഡാഷ് കർവ് ആണ് CC. അതിൽ തന്നെ CCക്ക് അൺഡിസ്റ്റർബ്ഡ് സോയിലിന് ഒരു ഇക്വേഷൻ, റീമൗൾഡഡ് സോയിലിന് ഒരു ഇക്വേഷൻ പറഞ്ഞായിരുന്നു. CC is equal to 0.009 WL minus 10 ആണ് CCയുടെ ഇക്വേഷൻ അൺഡിസ്റ്റർബ്ഡ് സോയിലിന്. റീമൗൾഡഡ് ആണെങ്കിൽ 0.007 WL minus 10. അപ്പോൾ ലിക്വിഡ് ലിമിറ്റും ആയിട്ടുള്ള റിലേഷൻ ആണ് ചോദിച്ചേക്കുന്നത്, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ലിമിറ്റും ആയിട്ടുള്ള റിലേഷൻ ആണ് ചോദിച്ചേക്കുന്നത്. പ്ലാസ്റ്റിക് ലിമിറ്റും ആയിട്ട് CCക്ക് എന്തെങ്കിലും റിലേഷൻ ആയിട്ടുള്ള ഇക്വേഷൻ ഉണ്ടോ? ഇക്വേഷൻ ഇല്ല. ലിക്വിഡ് ലിമിറ്റും ആയിട്ടുള്ള ഇക്വേഷൻ ഉണ്ട്, അതായത് 0.009 WL minus 10. അപ്പൊ എന്താ, ലിക്വിഡ് ലിമിറ്റ് കൂടുന്തോറും കംപ്രഷൻ ഇൻഡെക്സും കൂടും. ആ ഇക്വേഷൻ വെച്ച് നോക്കിയാൽ പോരെ. 0.009 WL minus 10 എന്ന് പറയുമ്പോൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ കംപ്രഷൻ ഇൻഡെക്സ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ലിക്വിഡ് ലിമിറ്റ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. ഇവിടെ മാറിപ്പോയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് പ്ലേറ്റ് ലോ ടെസ്റ്റിന്റെ ആണ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഒന്ന്, വിഡ്ത്ത് ഓഫ് ദ ടെസ്റ്റ് പിറ്റ് ഫോർ പ്ലേറ്റ് ലോ ടെസ്റ്റ് ഈസ് മെയ്ഡ് 5 times ദ വിഡ്ത്ത് ഓഫ് ദ പ്ലേറ്റ്. അത് ശരിയാണ്. നമ്മൾ എന്താ എടുത്ത് 5 BP by 5 BP അല്ലേ പ്ലേറ്റ് ലോ ടെസ്റ്റിന്റെ വിഡ്ത്ത് എടുത്ത്. ആ പിറ്റിന്റെ ടെസ്റ്റ് പിറ്റിന്റെ സൈസ് 5 BP by 5 BP ആണ്. നെക്സ്റ്റ് പോയിന്റ്, അപ്പൊ ഇത് കറക്റ്റ് ആണ്. നെക്സ്റ്റ് പോയിന്റ്, അറ്റ് ദ സെന്റർ ഓഫ് ദ ടെസ്റ്റ് പിറ്റ് എ ഹോൾ ഇസ് ഡഗ് ഔട്ട് ഹൂസ് സൈസ് ഇസ് കെപ്റ്റ് ഈക്വൽ ടു സൈസ് ഓഫ് ദ ടെസ്റ്റ് പ്ലേറ്റ്. അപ്പൊ അതും കറക്റ്റ് ആണ്. നമ്മളൊരു ഹോള്, സെൻട്രൽ ഹോള് ഡിഗ് ചെയ്യുന്നുണ്ട്. ഈ ടെസ്റ്റ് പിറ്റിന്റെ സെന്ററിൽ തന്നെ നമ്മളൊരു ഹോൾ ഡിഗ് ചെയ്യുന്നുണ്ട്, അവിടെ ഈ പ്ലേറ്റ് വെക്കാനായിട്ട്. ആ സെൻട്രൽ ഹോളിൽ നമ്മൾ ഈ പ്ലേറ്റ് കൊണ്ട് വെക്കുന്നത്. ദെൻ ബോട്ടം ലെവൽ ഓഫ് ദ ഹോൾ ഡഗ് അറ്റ് ദ സെന്റർ ഓഫ് ദ ടെസ്റ്റ് പിറ്റ് ഈസ് കെപ്റ്റ് അറ്റ് ദ ലെവൽ ഓഫ് ദി ആക്ച്വൽ ഫോർമേഷൻ. കാരണം ലോഡ് എവിടെയാണോ കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ എവിടെയാണോ നമുക്ക് ഈ ബെയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കേണ്ടത്, അവിടെയാണ് നമ്മൾ ഈ ബോട്ടം ലെവലായിട്ട് വെക്കുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്, കറക്റ്റ് ആണ്. മീൻസ് എല്ലാ ഓപ്ഷൻസും കറക്റ്റ് ആണ്. നെക്സ്റ്റ്, നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ ഓൺ പൈൽസ്. നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പൈല് താഴോട്ട് ഇറക്കുവാണ്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞ, 2 ടൈപ്സ് ഓഫ് പൈലുണ്ട്. ലോഡ് ബെയറിംഗ് പൈലും ഉണ്ട്, ഫ്രിക്ഷൻ പൈലും ഉണ്ട്. അപ്പൊ റെസിസ്റ്റൻസ് ആണ് ഈ ലോഡ് ബെയറിംഗ് പൈലും ഫ്രിക്ഷൻ പൈലും കാണിക്കുന്നത്. അതായത് മേളിൽ നിന്ന് കൊടുക്കുന്ന ലോഡ് റെസിസ്റ്റ് ചെയ്യുവാണ്, ഫ്രിക്ഷണൽ ആക്ഷൻ വെച്ചോ അല്ലെങ്കിൽ എൻ ബെയറിംഗ് ആക്ഷൻ വെച്ചോ. ഇനി ചില കേസിൽ ലൂസ് ആയിട്ടുള്ള സോയിലോ അല്ലെങ്കിൽ റീസെന്റ് ഫില്ല് ചെയ്തേക്കുന്ന സോയിലോ നമ്മൾ ഈ പൈല് കൊണ്ട് ഇറക്കുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഡൗൺവേർഡ് ആയിട്ട് തന്നെ ഈ സോയിലും കൂടി സെറ്റിൽ ചെയ്യും. മീൻസ് അതായത് ഈ പൈലിനെയും കൂടി താഴോട്ട് പിടിച്ച് വലിക്കുക. അപ്പൊ അഡീഷണൽ ആയിട്ടൊരു ഡൗൺവേർഡ് ഡ്രാഗ് സംഭവിക്കുകയാണ് അവിടെ. ശരിക്കും മേളിലോട്ട് റെസിസ്റ്റ് ചെയ്യേണ്ടതിന് പകരം അഡീഷണൽ ആയിട്ട് താഴോട്ട് പൈലിനെ പിടിച്ച് വലിക്കുവാണ് ഈ സറൗണ്ടിങ് സോയിൽ, ലൂസ് ആയിട്ടുള്ള സോയിൽ ആണെങ്കിൽ. അതിനെയാണ് നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ an additional downward drag exerted on the pile by the surrounding soil is known as negative skin friction. ഒരു ഡൗൺവേർഡ് ഡ്രാഗ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്, ലൂസ് ആയിട്ടുള്ള സോയിലാണ് സറൗണ്ടിങ്ങിൽ ഉണ്ടെങ്കിൽ. അപ്പൊ അതിനെയാണ് നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ എന്തായിരിക്കും ആൻസർ? നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ കാരണം അപ്പൊ എന്ത് സംഭവിക്കും, പൈലിന്റെ എന്താ കപ്പാസിറ്റി കുറയും, അതായത് ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കുറയും. കാരണം മേളിലോട്ട് കൊടുക്കേണ്ട റെസിസ്റ്റൻസ് കുറയുവാണ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഈ താഴോട്ട് കുറച്ചും കൂടി പിടിച്ച് വലിക്കുന്നതുകൊണ്ട് ഇൻ എഫക്ട് നമ്മൾ എടുക്കുമ്പോൾ മേളിലോട്ട് കൊടുക്കുന്ന റെസിസ്റ്റൻസ് കുറയും, അതായത് പൈൽ കപ്പാസിറ്റി കുറയുവാണ് ചെയ്യണത്. അതുപോലെ ലൂസ് ആയിട്ട് സെറ്റിൽ ചെയ്യുന്ന സോയിൽസിലാണ് ഇത് ഉണ്ടാവുന്നത്. അതുപോലെ ഈ സോയിൽസ് സോഫ്റ്റ് സോയിൽസ് ഒക്കെ ആകുമ്പോഴാണ് ലൂസ് ആയിട്ട് സെറ്റിൽ ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻസ് നോക്കിക്കേ. ഡിസ്കോസ് ഡ്യൂ ടു ദ റിലേറ്റീവ് സെറ്റിൽമെന്റ് ഓഫ് ദ സോയിൽ, അത് കറക്റ്റ് ആണ്.
ഇറ്റ് ഈസ് കോസ്ഡ് ഇൻ സോഫ്റ്റ് ക്ലേ ആകുമ്പോൾ ലൂസ് പെട്ടെന്ന് സെറ്റിൽ ചെയ്യുന്ന സോയിലാണ്. അപ്പൊ അതും കറക്റ്റ് ആണ്. ഡിക്രീസസ് ദ പൈൽ കപ്പാസിറ്റി. സോ all of the above ആണ് ആൻസർ. Next is quantity of seepage of water through soil is proportional to. Quantity of seepage എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? കോഎഫിഷ്യന്റ് പെർമിയബിലിറ്റി ഓഫ് സോയിലിന് പ്രൊപ്പോർഷണൽ ആയിരിക്കുമോ? എന്തായാലും പ്രൊപ്പോർഷണൽ ആയിരിക്കും. കാരണം കെ എന്ന് വെച്ചാൽ പെർമിയബിലിറ്റി എന്ന് വെച്ചാൽ എന്താ? വാട്ടറിനെ കടത്തി വിടുന്ന ആ എബിലിറ്റി. സോ എന്തോരം വാട്ടർ സീപ്പ് ചെയ്ത് പോയി എന്ന് പറയുന്നത് എന്തായാലും ഈ പെർമിയബിലിറ്റിയോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ദെൻ ടോട്ടൽ ഹെഡ് ലോസ് ത്രൂ സോയിൽ, സീപ്പേജ് എന്തോരം ഉണ്ടായി അത്രയും തന്നെ ഹെഡ് ലോസും ഉണ്ടായിരുന്ന രീതിയിലേ നമ്മൾ പറയുള്ളൂ. സോ അതിനോട് പ്രൊപ്പോർഷണൽ ആണ്. സോ ആൻസർ ഈസ് ബോത്ത് എ ആൻഡ് ബി. According to Coulomb's wedge theory, the active pressure slides the wedge. എന്നല്ല അത് പറഞ്ഞായിരുന്നു. എങ്ങനെയാ സ്ലൈഡിംഗ് വെഡ്ജ് എങ്ങനെയാ വരിക? ആക്റ്റീവ് പ്രഷർ ഡൗൺവേർഡ് ആൻഡ് ഔട്ട്വേർഡ്സ് ഓൺ എ സ്ലിപ്പ് സർഫസ് ആണ്. താഴോട്ടും പുറത്തോട്ടും എന്ന രീതിയിൽ ഫെയിലിയർ സംഭവിക്കുന്നത്. Then phreatic line in an earth dam മേ ബി സർക്കുലർ എന്തായാലും അല്ല, എലിപ്റ്റിക്കലും അല്ല, സ്ട്രെയിറ്റ് ലൈനും അല്ല, പാരാബോളിക് ആണ്. ഫ്രിയാറ്റിക് ലൈൻ എപ്പോഴും പാരാബോളിക് ആയിട്ടാണ് നമ്മൾ എടുക്കാറ്. Then ratio of the difference between void ratio of the soil in its loosest state and its natural void ratio to the difference between the void ratios in the loosest and fully dense state is generally termed as. ഇത് ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതായത് എന്താ ഇക്വേഷൻ? ലൂസസ്റ്റ് സ്റ്റേറ്റിലെ വോയിഡ് റേഷ്യോ, അതായത് ഇ മാക്സ് മൈനസ് ഇ ഡിവൈഡഡ് ബൈ ഇ മാക്സ് മൈനസ് ഇ മിനിമം ഈസ് കോൾഡ് റിലേറ്റീവ് ഡെൻസിറ്റി ഓർ ഡിഗ്രി ഓഫ് ഡെൻസിറ്റി ഓർ ഡെൻസിറ്റി ഇൻഡെക്സ് എന്നാണ് നമ്മൾ പറയാറ്. ഈ റിലേറ്റീവ് ഡെൻസിറ്റിനെ തന്നെ റിലേറ്റിവിറ്റി എന്ന് പറയുന്നതിലും തെറ്റില്ല. സോ ആൻസർ എന്താ? ഓൾ ഓഫ് ദി എബോവ് ആണ് ആൻസർ. അതായത് ഐ ഡി എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഐ ഡി ഈസ് ഈക്വൽ ടു ഇ മാക്സ് മൈനസ് ഇ ബൈ ഇ മാക്സ് മൈനസ് ഇ മിനിമം ആണ്. ഇ മാക്സ് എന്ന് വെച്ചാൽ വോയിഡ് റേഷ്യോ ഇൻ ഇറ്റ്സ് ലൂസസ്റ്റ് സ്റ്റേറ്റ്, കാരണം അവിടെ ആയിരിക്കും മാക്സിമം വോയിഡ് റേഷ്യോ. ദെൻ നാച്ചുറൽ വോയിഡ് റേഷ്യോ വെച്ചാൽ ഇ ആണ്, ഡിവൈഡഡ് ബൈ ഇ മാക്സ് മൈനസ് ഇ മിനിമം. ഫുള്ളി ഡെൻസ് സ്റ്റേറ്റിൽ വോയിഡ് റേഷ്യോയുടെ വാല്യൂ മിനിമം ആയിരിക്കും. സോ ഇ മാക്സ് മൈനസ് ഇ മിനിമം. സോ അതിന്റെ ആൻസർ റിലേറ്റീവ് ഡെൻസിറ്റി ഓർ ഡെൻസിറ്റി ഇൻഡെക്സ് ഓർ ഡിഗ്രി ഓഫ് ഡെൻസിറ്റി ഓർ റിലേറ്റിവിറ്റി എന്ന് പറഞ്ഞാലും തെറ്റില്ല. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. Next is chemical weathering of the soil is caused due to. Weathering തന്നെ 2 types weathering നമ്മൾ പഠിച്ചായിരുന്നു, ഫിസിക്കൽ വെതറിങ്ങും കെമിക്കൽ വെതറിങ്ങും. അതിൽ കെമിക്കൽ വെതറിങ്ങിൽ കുറേ റിയാക്ഷൻസ് പേര് നമ്മൾ പഠിച്ചു. അപ്പൊ പറഞ്ഞായിരുന്നു പേര് എന്തായാലും പഠിച്ചു വെക്കണം. എന്താണ് ആ റിയാക്ഷൻ എന്ന് പഠിക്കേണ്ട കാര്യമില്ല, പക്ഷെ എന്തൊക്കെയാണ് അവിടെ വരുന്നത്? ഓക്സിഡേഷൻ ഉണ്ടാവാം, കാർബണേഷൻ ഉണ്ടാവാം, ലീച്ചിങ് ഉണ്ടാവാം, ഹൈഡ്രേഷൻ ഉണ്ടാവാം. സോ ഇതിൽ ആൻസർ ഓൾ ഓഫ് ദി എബോവ് ആണ്. Then coefficient Ka of the active earth pressure is given by. And the active earth pressure coefficient 1 minus sin phi by 1 plus sin phi. ഇത് എന്തിന്റെ ആൻസർ ആയിരുന്നു ശരിക്കും? 1 plus sin phi by 1 minus sin phi. Kp ആണ് 1 plus sin phi. സോ ക്വസ്റ്റിനെ നോക്കുക, Ka ആണോ Kp ആണോ നോക്കുക. Kp ആയിരുന്നെങ്കിൽ ഓപ്ഷൻ സി ആയിരുന്നു ആൻസർ. Ka ആയതുകൊണ്ട് ഓപ്ഷൻ സി ആണ്, ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇറ്റ് ഈസ് 1 minus sin phi by 1 plus sin phi ആണ് Ka. Kp ആയിരുന്നെങ്കിൽ 1 plus sin phi by 1 minus sin phi ആയിരുന്നേനെ. അതായത് 1 by K ആണ് Kp. Next, if NF, ND and H are the total number of flow channels, the total number of potential drops and total hydraulic head differences, then the discharge Q through the complete flow is given by. Where K is a constant. ഡിസ്ചാർജിന്റെ ഇക്വേഷൻ Q എന്ന് വെച്ച് കഴിഞ്ഞാൽ K ഇൻറ്റു H ഇൻറ്റു NF ബൈ ND ആണ്. NF നമ്പർ ഓഫ് ഫ്ലോ ചാനൽസും ND നമ്പർ ഓഫ് ഇക്വിപൊട്ടൻഷ്യൽ ഡ്രോപ്സും ആണ്. K ഒരു കോൺസ്റ്റന്റ് ആണ്. ദെൻ H എന്ന് വെച്ചാൽ K സാധാരണ പെർമിബിലിറ്റി ആണ് എടുക്കാറ്, H ഹെഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡിസ്ചാർജ് എന്ന് വെച്ചാൽ Q ഇസ് ഈക്വൽ ടു KH ഇൻറ്റു NF ബൈ ND ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അത് വെച്ച് വേണമെങ്കിൽ പ്രോബ്ലം ചോദിക്കാവുന്നതാണ്. കെയുടെ എച്ചിന്റെ NF-ന്റെ ND-യുടെ വാല്യൂ തന്നിട്ട് Q കണ്ടുപിടിക്കാൻ ചോദിക്കാവുന്നതാണ്.
Then geological cycle for the formation of soils. അത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ജിയോളജിക്കൽ സൈക്കിൾ, എങ്ങനെയാണ് സോയിൽ ഫോം ചെയ്യുന്നതെന്ന്. ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഫസ്റ്റ് സ്റ്റെപ്പ് സോയിൽ ഫോം ചെയ്യാൻ വേണ്ടത് എന്താ? വെതറിംഗ് ആണ്. റോക്കിൽ നിന്ന് വെതറിംഗ് സംഭവിച്ചതിന് ശേഷമാണ് സോയിൽ ഫോം ചെയ്യുള്ളൂ എന്തായാലും. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് വെതറിംഗ്. ഇനി വെതറിംഗ് കഴിഞ്ഞ് എന്താ സംഭവിക്കുക? വെതറിംഗ് കഴിഞ്ഞ് സംഭവിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ ആണ്. അവിടെ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് ഒരു സ്ഥലത്ത് കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ആ ഡെപ്പോസിറ്റ് ചെയ്ത് അവിടെ അപ്ഹീവൽ സംഭവിക്കും. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. വെതറിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, ഡെപ്പോസിഷൻ, അപ്ഹീവൽ, അങ്ങനെയാണ് സോയിൽ ഫോം ചെയ്യുന്നത്. ആദ്യം വെതറിംഗ് ഓഫ് റോക്സ് സംഭവിക്കും. അത് ഏതെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ ഏജൻസി കൊണ്ടുപോകും. അത് കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും പോയി ഡെപ്പോസിറ്റ് ചെയ്യും. ഇപ്പൊ റിവർ ബാങ്കിലോ അല്ലെങ്കിൽ വിൻഡ് കൊണ്ട് അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വഴിയോ എവിടെയെങ്കിലും കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അവിടെ പോയി അപ്ഹീവൽ സംഭവിക്കും. അങ്ങനെയാണ് സോയിൽ ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് വെസ്റ്റർഗാർഡ് അനാലിസിസ് യൂസ്ഡ് ഫോർ. രണ്ട് അനാലിസിസ് ഉണ്ടായിരുന്നു, നമ്മുടെ ബോസിനസ് അനാലിസിസും വെസ്റ്റർഗാർഡ് അനാലിസിസും. ബോസിനസ് അനാലിസിസ് ആകുമ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്ന എന്ത് കണ്ടീഷൻ ആയിരുന്നു? ഐസോട്രോപിക് ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. പക്ഷെ വെസ്റ്റർഗാർഡ് അനാലിസിസ് ആകുമ്പോഴത്തേക്ക് സ്ട്രാറ്റിഫൈഡ് എന്ന രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. അതായത് ലെയർ ബൈ ലെയർ ആയിട്ടാണ് നമ്മൾ പ്രോപ്പർട്ടി എടുക്കുന്നത്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്ട്രാറ്റിഫൈഡ് സോയിൽസ്. Then vein shear test is used for the in situ determination of the undrained shear strength of the intact fully saturated soil. നമുക്ക് 4 ടെസ്റ്റ് ഉണ്ടായിരുന്നു. ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ്, അൺകൺഫൈൻഡ് കംപ്രഷൻ ടെസ്റ്റ്, ദെൻ വെയിൻ ഷിയർ ടെസ്റ്റ്, ട്രയാക്സിയൽ കംപ്രഷൻ ടെസ്റ്റ്. അതിൽ ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് കോക്ഷൻലെസ് സോയിലിനാണ്, അതായത് സാൻഡി സോയിലിനാണ് നമ്മൾ കോമൺലി ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ് യൂസ് ചെയ്യാറ്. ട്രയാക്സിയൽ കംപ്രഷൻ ടെസ്റ്റ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് C5 സോയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സിയും 5 ഉള്ള സോയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി അൺകൺഫൈൻഡ് കംപ്രഷൻ ടെസ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് സാധാരണ ക്ലേക്കാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യാറ്, അല്ലെങ്കിൽ സിൽട്ടി സോയിൽ നമുക്ക് യൂസ് ചെയ്യാം. ദെൻ വെയിൻ ഷിയർ ടെസ്റ്റ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് ക്ലേക്കാണ്. വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ടായിരുന്നു വെയിൻ ഷിയർ ടെസ്റ്റിന്. എന്തായിരുന്നു? ഫീൽഡിലും ലാബിലും നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു ടെസ്റ്റ് ആണ് വെയിൻ ഷിയർ ടെസ്റ്റ്. സോ ക്ലേക്കാണ് നമ്മൾ വെയിൻ ഷിയർ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത് കൂടുതൽ. Then next is intensity of vertical pressure at a depth is set directly below the point load. Q on its axis of the load is. ഇന്നലെ ബോസിനസിന്റെ പോയിന്റ് ലോഡ് തിയറി എന്തായിരുന്നു? ഇക്വേഷൻ സിഗ്മ ഇസഡ് ഇസ് ഈക്വൽ ടു 3q by 2pi z square into 1 by 1 plus r by z the whole square the whole raised to 5/2 ആണ് നമ്മുടെ സിഗ്മ ഇസഡ് ഡ്യൂ ടു പോയിന്റ് ലോഡ്. അപ്പൊ അതിൽ IB ബോസിനസ് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ് എന്നൊരു വാല്യൂ ഉണ്ടായിരുന്നു. നമുക്ക് ഡയറക്ട്ലി ബിലോ ദി ലോഡ് നമുക്ക് തന്നേക്കുന്നത്. അപ്പൊ ഡയറക്ട്ലി ബിലോ ദി ലോഡ് ആകുമ്പോൾ എന്താ സംഭവിക്കുക? R എന്ന ടേം 0 ആവും, അതായത് റേഡിയൽ ഡിസ്റ്റൻസ് ഇല്ല. സോ 1 by 1 plus r by z the whole square ആ ടേം ഉണ്ടാവില്ല. പിന്നെ ഉള്ളത് 3q by 2pi z square മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ 3 by 2pi ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 0.4775 ആണ്. അല്ലെങ്കിൽ നമുക്ക് ആലോചിക്കാൻ പറ്റും ബാക്കിയെല്ലാം ക്യൂ ബൈ ഇസഡ്, ക്യൂ ബൈ ഇസഡ് ക്യൂബ്, ക്യൂ ബൈ റൂട്ട് ഇസഡ് ആണ്. ആകെ ഇവിടെ മാത്രമാണ് ക്യൂ ബൈ ഇസഡ് സ്ക്വയർ എന്ന വാല്യൂ ഉള്ളൂ. അതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഈ വാല്യൂ കാണാണ്ട് പഠിക്കുക. 0.4775 ക്യൂ ബൈ ഇസഡ് സ്ക്വയർ. Then drift is the material picked up, mixed, disintegrated, transported and redeposited by. ഡ്രിഫ്റ്റ് ഏതുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നത്? ഡ്രിഫ്റ്റും ടില്ലും എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. എവിടെയാ വന്നത്? ഗ്ലേഷ്യർ സോയിലാണത് വന്നത്. ഡ്രിഫ്റ്റ് ആൻഡ് ടിൽ ഈസ് എ ഡെപ്പോസിറ്റ്സ് റിലേറ്റഡ് ടു ഗ്ലേഷ്യേഴ്സ്. സോ ഗ്ലേഷ്യേറ്റഡ് വാട്ടർ ആണ് ആൻസർ. The ratio of undrained strength in the undrained state to the undrained strength at the same water content in the remolded state is called sensitivity of the clay. Its value for clay is sensitivity നമുക്ക് പറഞ്ഞായിരുന്നു. Unconfined compressive strength of undisturbed soil divided by unconfined compressive strength of remolded soil. അതാണ് സെൻസിറ്റിവിറ്റി. ആ സെൻസിറ്റിവിറ്റിക്ക് കുറെ വാല്യൂസ് ഞാൻ ഒരു ടേബിളിൽ കാണിച്ചായിരുന്നു. <1 ആണെങ്കിൽ ഇൻസെൻസിറ്റീവ്, 1 to 2 ആണെങ്കിൽ ലിറ്റിൽ സെൻസിറ്റീവ്. ഒരു വാല്യൂ മാത്രം എന്തായാലും പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ക്യുക്ലേ ആവുമ്പോൾ >16 ആണ് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. സോ ക്യുക്ലേയുടെ വാല്യൂ ആണ് ചോദിച്ചേക്കുന്നത്.
അപ്പൊ ഗ്രേറ്റർ ദാൻ 16 വരുന്ന വാല്യൂ ഇത് മാത്രമേ ഉള്ളൂ, 20 ആണ് തന്നേക്കുന്നത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, 20. Next is clay layer A with single drainage and coefficient of consolidation CV takes 6 months to achieve 50% consolidation. The time taken by clay layer B of the same thickness with double drainage and coefficient of consolidation CV by 2 to achieve the same degree of consolidation is. ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്, കാരണം വലിയ കാൽക്കുലേഷൻ വരുന്നുമില്ല. പക്ഷെ എന്നാൽ ഇക്വേഷൻ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാനും പറ്റില്ല. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? TV is equal to CV into T by D square ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ ഇതിൽ നമുക്ക് ചോദിച്ചേക്കുന്നത് എന്താ? ടൈം ആണ് ചോദിച്ചേക്കുന്നത്. സോ CV കോൺസ്റ്റന്റ് ആണ്. എന്തുകൊണ്ടാ? സോറി, CV കോൺസ്റ്റന്റ് അല്ല, CV by 2 CV എന്ന രീതിയിലാണ് വന്നേക്കുന്നത്. എന്താ കോൺസ്റ്റന്റ് ആയിട്ട് വന്നേക്കുന്നത്? TV ആണ് കോൺസ്റ്റന്റ്. കാരണം 50% കൺസോളിഡേഷൻ തന്നെയാണ് രണ്ട് കേസിലും ചോദിച്ചേക്കുന്നത്. ആദ്യത്തെ ഒരു ക്ലേ സാമ്പിള് 50% കൺസോളിഡേഷൻ അച്ചീവ് ചെയ്യാൻ അതിന്റെ CV ആയിരുന്നു അതിന്റെ കോഎഫിഷ്യന്റ് ഓഫ് കൺസോളിഡേഷൻ. അതിന്റെ ഒരു സമയം എന്ന് വെച്ചാൽ 6 months ആണ്. T അങ്ങനെ തന്നെ കിടക്കട്ടെ. ദെൻ രണ്ടാമത്തെ ക്ലേ ലെയർ CV by 2 ആണ് അതിന്റെ CV. സെയിം ഡിഗ്രി ഓഫ് കൺസോളിഡേഷൻ ആണ്. അപ്പൊ ഡിഗ്രി ഓഫ് കൺസോളിഡേഷൻ സെയിം ആയതുകൊണ്ട് എന്ത് സെയിം ആയി? TV എന്ന വാല്യൂ സെയിം ആയി. കാരണം ടൈം ഫാക്ടർ എന്ന വാല്യൂ ഡിഗ്രി ഓഫ് കൺസോളിഡേഷൻ സെയിം ആവുമ്പോൾ സെയിം ആയിട്ട് തന്നെ നിൽക്കും. അങ്ങനെയാണെങ്കിൽ അതിന്റെ ടൈം എത്രയാണെന്ന് ചോദിച്ചേക്കണേ. So T is directly proportional to D square by CV. Or നമുക്ക് T2 അല്ലേ വേണ്ടേ? T2 by T1 is equal to എന്തെന്ന് വരും? D2 by D1 all square into CV1 by CV2 അല്ലേ? CV1 by CV2 എന്ന് വരും. അപ്പോ D2 by D1 എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യത്തേല് സിംഗിൾ ഡ്രെയിനേജ് ആണ്. സിംഗിൾ ഡ്രെയിനേജ് ആണ്. സിംഗിൾ ഡ്രെയിനേജ് ആകുമ്പോൾ എന്താ വരാ? D is equal to H ആണ്. രണ്ടാമത്തേല് H by 2 ആണ്. സോ D2 എന്ന് പറയുമ്പോഴത്തേക്ക് H by 2 വരും. ഇവിടെ Hഉം ഇവിടെ H by 2 വരും. അതായത് ഇവിടെ 1 by 4 വരും. D2 by D1 the whole square. So 1 by 4 into CV1 by CV2. So CV1 by CV2 ആകുമ്പോഴത്തേക്കും CV1 CV ആയിട്ട് തന്നെ എടുക്കാം, CV2 CV1 by 2 ആയിട്ട് എടുക്കാം. സോ ആ 2 മുകളിലോട്ട് പോയി. അപ്പൊ ഇവിടെ 1 by 4ഉം ഇവിടെ 2ഉം വരും. അതായത് 2 by 4 എന്ന് വരും. അതായത് എന്തെന്ന് വന്നു? 1 by 2 എന്ന് വന്നു. സോ T1ന്റെ 1 by 2 ആണ് T2. സോ T1ന്റെ 1 by 2 T2 വരുമ്പോൾ എന്ത് വരും? 6 by 2 ആണ്. അപ്പൊ ആൻസർ എന്ത് വരും? 3 വരും. ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യണോ? ആദ്യത്തേല് CV ആണ്, രണ്ടാമത്തേല് CV by 2 ആണ്. ആദ്യത്തേല് 6 months എടുത്തു ടൈം. നമുക്ക് രണ്ടാമത്തേല് എത്രയാണ് ടൈം എന്നാ ചോദിച്ചേക്കുന്നത്. അതുപോലെ ആദ്യത്തേല് സിംഗിൾ ഡ്രെയിനേജ് ആണ്, രണ്ടാമത്തേല് ഡബിൾ ഡ്രെയിനേജ് ആണ്. സിംഗിൾ ഡ്രെയിനേജ് ആകുമ്പോഴത്തേക്കും D എന്ന് വെച്ച് കഴിഞ്ഞാൽ H ആണ്. ഡബിൾ ഡ്രെയിനേജ് ആകുമ്പോഴത്തേക്കും D എന്ന് വെച്ചാൽ H by 2 ആണ്. സോ ടൈം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു D square by CV. So D2 by D1 the whole square divided by CV2 by CV1 എന്ന് വരും. So D2 by D1 the whole square എടുക്കുമ്പോൾ നമുക്ക് 1 by 4ഉം
CV1 എടുക്കുമ്പോൾ 2 കിട്ടും. കാരണം ഈ CV/2 മേളിലോട്ട് പോവുക ചെയ്യണേ. അപ്പോൾ 2/4 എന്ന് വരും, അതായത് 1/2 എന്ന് വരും. സോ 6/2 എന്ന് വരും. അതായത് T1 എന്ന് വെച്ചാൽ 6 അല്ലേ, സോ 6/2 വരും. അതായത് 3 ആണ് ആൻസർ. സോ ആ ഇക്വേഷൻ അറിയാമെങ്കിൽ ആ കണ്ടീഷൻ വെച്ച് ഏതിനോടാണോ പ്രപ്പോർഷണൽ ആ റിലേഷൻ അവിടെ ഫോം ചെയ്യുക. ദെൻ ഓരോ കണ്ടീഷനും നോക്കുക. ഇവിടെ തന്നെ ഡബിൾ ഡ്രെയിനേജ് ആണെങ്കിൽ എത്രയാണ് അത് മറക്കരുത്. കാരണം ഇവിടെ സിംഗിൾ ഡ്രെയിനേജ് എന്ന കണ്ടീഷൻ, ഡബിൾ ഡ്രെയിനേജ് എന്ന കണ്ടീഷൻ തന്നിട്ടുണ്ട്, അത് നോക്കണം. പിന്നെ ഉള്ളത് 50% കൺസോളേഷൻ, സെയിം കൺസോളേഷൻ ആണ്. അപ്പൊ അവിടെ എന്ത് കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും? TV എന്ന കോൺസ്റ്റന്റ് വാല്യൂ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കാൻ പറ്റും, അത് ഓർക്കുക. അങ്ങനെയാണെങ്കിൽ റിലേഷൻ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. Next is the maximum value of effective stress in the past divided by the present value is defined as over consolidation ratio. നമുക്ക് ആ 3 ടൈപ്സ് ഓഫ് സോയിൽ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? ഏതൊക്കെയാ? പ്രീ കൺസോളിഡേറ്റഡ് സോയില്, നോർമലി കൺസോളിഡേറ്റഡ് സോയില്, അണ്ടർ കൺസോളിഡേറ്റഡ് സോയില്. അപ്പൊ അവിടെ വരുന്ന ഒരു റേഷ്യോ ആണ് ഓവർ കൺസോളിഡേഷൻ റേഷ്യോ. മാക്സിമം വാല്യൂ ഓഫ് എഫക്റ്റീവ് സ്ട്രെസ് ഇൻ ദ പാസ്റ്റ് ഡിവൈഡഡ് ബൈ ദ പ്രസന്റ് വാല്യൂ, അതിനെയാണ് ഓവർ കൺസോളിഡേഷൻ റേഷ്യോ എന്ന് പറയുന്നത്. സോ over consolidation ratio for an over consolidated clay is. അപ്പൊ ആദ്യം എന്താ ഓവർ കൺസോളിഡേറ്റഡ് ക്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കൊടുക്കുന്ന പ്രഷറിനേക്കാൾ കൂടുതൽ പ്രഷർ അത് പാസ്റ്റിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ സോയിലിനെയാണ് ഓവർ കൺസോളിഡേഷൻ റേഷ്യോ. അപ്പോൾ എന്താ ഓവർ കൺസോളിഡേഷൻ റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം വാല്യൂ ഓഫ് എഫക്റ്റീവ് സ്ട്രെസ് ഇൻ ദ പാസ്റ്റ് ഡിവൈഡഡ് ബൈ ദ പ്രസന്റ് വാല്യൂ. സോ പാസ്റ്റിൽ അത് കൂടുതലും പ്രഷർ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് തന്നെ OCR വിൽ ബി ഗ്രേറ്റർ ദാൻ 1 ആണ് ഓവർ കൺസോളിഡേറ്റഡ് ക്ലേയിൽ. ഇനി നോർമലി കൺസോളിഡേറ്റഡ് ക്ലേയിൽ എന്തായിരിക്കും ആൻസർ? നോർമലി കൺസോളിഡേറ്റഡ് ക്ലേയിൽ ഇപ്പൊ കൊടുക്കുന്ന പ്രഷർ എന്താണോ അതാണ് മാക്സിമം പ്രഷർ. സോ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും സെയിം വരും നോർമലി കൺസോളിഡേറ്റഡ് ക്ലേയിൽ. സോ അത് 1 വരും. ഇനി അണ്ടർ കൺസോളിഡേറ്റഡ് ക്ലേ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇപ്പൊ കൊടുക്കുന്ന പ്രഷർ പോലും അത് കൺസോളിഡേറ്റഡ് ആയിട്ടില്ല. സോ OCR വിൽ ബി ലെസ് ദാൻ 1 ആയിരിക്കും ആൻസർ. ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്, ഓവർ കൺസോളിഡേറ്റഡ് ക്ലേയിൽ. ഈ 1 എന്തിലാണ്? നോർമലി കൺസോളിഡേറ്റഡ് ക്ലേക്കാണ് 1 വരുന്നത്. ലെസ് ദാൻ 1 വരുന്നത് ഇതിനാ അണ്ടർ കൺസോളിഡേറ്റഡ് ക്ലേക്കാണ് ലെസ് ദാൻ 1 വരുന്നത്. ഇനി അടുത്തത് ഫോർ എ ക്ലേ സ്ലോപ്പ് ഓഫ് ഹൈറ്റ് 10 meter സ്റ്റെബിലിറ്റി നമ്പർ ഈസ് 0.05, ഗാമ ഈസ് 2 ton per meter cube and C is 2.5 ton per meter square. Then the critical height of the slope is, അതിനൊരു ഇക്വേഷൻ ഉണ്ട്, SN is equal to C divided by C by gamma HC. C by gamma HC ആണ് ഇക്വേഷൻ. SN എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റി നമ്പർ ആണ്, C എന്ന് വെച്ചാൽ കോഹഷൻ, ഗാമ യൂണിറ്റ് വെയിറ്റ്, HC ക്രിട്ടിക്കൽ ഹൈറ്റ്. അപ്പൊ ഇതിന് HC കണ്ടുപിടിക്കാലോ. നമുക്ക് SN തന്നിട്ടുണ്ട് 0.05. സോ HC എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? 2.5 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 0.05. അത് ചെയ്യുമ്പോൾ ആൻസർ എത്ര കിട്ടും? ആൻസർ 25 എന്ന് വരും. ഓപ്ഷൻ സി ആണ് ആൻസർ. സോ ഇത്രയാണ് GTയിൽ ഉള്ളു മെയിനായിട്ട്. സോ അതില് ഏറ്റവും കൂടുതൽ ഞാൻ ക്വസ്റ്റ്യൻസ് കണ്ടത് ആ ക്ലേ മിനറലിന്റെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു. ക്ലേ മിനറൽ മെയിൻലി മോൺമോർലൈറ്റ്, കയോലൈറ്റ്, ഇല്ലൈറ്റ്, വെർമിസിലൈറ്റ് ഒക്കെ ഉണ്ട്. നമുക്ക് മെയിൻ വേണ്ടത് ഏതാണ്?
മോൺമോർലൈറ്റിന്റെ കാര്യമാണ് പറയേണ്ടത്. മോർലൈറ്റ് ഉള്ള ക്ലെയിം സോയിലാണ് ഏറ്റവും കൂടുതൽ സ്വെല്ല് ചെയ്യുകയും ഷ്രിങ്ക് ചെയ്യുകയും ചെയ്യുന്നത്. പിന്നെ കയോലൈറ്റ് ഏറ്റവും ലീസ്റ്റ് ആക്റ്റീവ് ക്ലേ മിനറൽ ആണ്. അതിനെ ചൈന ക്ലേ എന്നും കൂടി പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് ഈ സൈസ് ഒന്ന് ഓർത്ത് വെക്കുക. സിൽക്കിന്റെ സൈസ് എത്രയാണ്? 0.075 mm ടു 0.002 mm ആണ് സിൽക്കിന്റെ റേഞ്ച്. 0.002 കുറവ് വരുന്ന ഏതാണ്? അതിനെയാണ് ക്ലേ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ എന്താ 4.75 ടു 2 ടു 0.425 0.425 ടു 0.075. ഇത് ഫൈൻ സാൻഡ്, മീഡിയം സാൻഡ്, കോഴ്സ് സാൻഡ്. ഇനി 4.75 തൊട്ട് എന്ത് വന്നു? ഗ്രാവൽ വന്നു. പിന്നെ ടഫ്നെസ് ഇൻഡെക്സ്, പ്ലാസിറ്റി ഇൻഡെക്സ് ബൈ ഫ്ലോ ഇൻഡെക്സ്. ആ ഇൻഡെക്സ് ഒക്കെ പഠിക്കാം. പ്ലാസിറ്റി ഇൻഡെക്സ് ബൈ ഫ്ലോ ഇൻഡെക്സ് ആണ് ടഫ്നെസ് ഇൻഡെക്സ്. പ്ലാസിറ്റി ഇൻഡെക്സ് എന്ന് വെച്ചാൽ ലിക്വിഡ് ലിമിറ്റ് മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ് ആണ്. കൺസിസ്റ്റൻസി ഇൻഡെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ WL മൈനസ് W ഡിവൈഡഡ് ബൈ IP ആണ്. ലിക്വിഡിറ്റി ഇൻഡെക്സ് എന്ന് വെച്ചാൽ W മൈനസ് WL ബൈ IP ആണ്. അങ്ങനെ ആ ഇൻഡിസസ് ഒക്കെ പഠിക്കുക. നിങ്ങളുടെ സിലബസിൽ അതൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ അതൊക്കെ പഠിക്കണം. മിക്കവാറും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ കോമ്പാക്ഷനിൽ ആ ഗ്രാഫ് ഒന്ന് ഓർത്ത് വെക്കാം. ഈ ഗ്രാഫ് ഡ്രൈ ഡെൻസിറ്റി OMC, ആ രണ്ട് പേര് ഓർത്ത് വെക്കുക. പിന്നെ ഈ കൺസോളിഡേഷന്റെ ഇക്വേഷൻ, ഡബിൾ ഡ്രെയിനേജിന് D is equal to H/2, സിംഗിൾ ഡ്രെയിനേജിന് D is equal to H, അത് ഓർത്ത് വെക്കുക. അതുപോലെ ഈ ഇക്വേഷൻ TV is equal to CV into T/D², ഈ ഇക്വേഷൻ ഓർത്ത് വെക്കുക. പിന്നെ ഇതാണ് ഇപ്പൊ പറഞ്ഞത് CC is equal to 0.009 WL minus 10. CC പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. സ്ലോപ്പ് ഓഫ് E log സിഗ്മ ഡാഷ് കർവ് ആണ് CC, കംപ്രഷൻ ഇൻഡെക്സ്. പിന്നെ ഇത് നോർമലി കൺസോളിഡേറ്റഡ്, ഓവർ കൺസോളിഡേറ്റഡ്, അണ്ടർ കൺസോളിഡേറ്റഡ്, അതും പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ക്ലേ സോയിൽ മെയിൻലി കൺസിസ്റ്റ് ഓഫ്. ഇങ്ങനെ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവരുത്. ക്ലേ സോയിലിനകത്ത് കയോലൈറ്റും മോൺമോർലൈറ്റും ഇല്ലൈറ്റും വെർമിസിലൈറ്റും ഒക്കെ വരാം. കാരണം ഇതൊക്കെ ക്ലേ മിനറൽ ആണ്. പക്ഷെ ബെൻഡനൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്ന് എടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ത് വന്നേനെ ആൻസർ? മോൺമോർലൈറ്റ് എന്ന ആൻസർ വന്നേനെ. അവിടെ വരുന്ന ക്ലേ മിനറൽ മോൺമോർലൈറ്റ്. പക്ഷെ ക്ലേ എന്ന് ജനറലി ചോദിച്ചപ്പോ അവിടെ എല്ലാ ക്ലേ മിനറലും വരാം. സോ ഏതാ നമുക്ക് പറയാൻ പറ്റില്ല. സോ അതിന്റെ അകത്ത് ഓൾ ഓഫ് ദി എബോവ് എന്ന ആൻസർ വരും. സോ ഇത്രയാണ് മെയിൻലി. പിന്നെ ക്വിക്സാൻഡ് കണ്ടീഷൻ, അതെന്താ ക്വിക്സാൻഡ് കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിയർ സ്ട്രെങ്ത് 0 ആവുന്ന കണ്ടീഷനാണ് ക്വിക്സാൻഡ് കണ്ടീഷൻ. അതിനൊരു ബോയിലിംഗ് കണ്ടീഷൻ എന്നും കൂടി പറയാറുണ്ട്. പിന്നെ ഈ 3 ടെസ്റ്റ് ആണ്: കൺസോളിഡ് അൺഡ്രെയിൻ ടെസ്റ്റ്, കൺസോളിഡ് അൺഡ്രെയിൻ ടെസ്റ്റ്, കൺസോളിഡ് ഡ്രെയിൻ ടെസ്റ്റ്. അത് പഠിക്കാൻ എന്താ എളുപ്പ വഴി? ഈ രണ്ടിടത്തും അൺ എന്ന രീതിയിലുണ്ട്. സോ രണ്ടിടത്തും ഡ്രെയിനേജ് പെർമിറ്റഡ് അല്ല. കൺസോളേഷൻ സ്റ്റേജിലും ഷിയർ സ്റ്റേജിലും ഡ്രെയിനേജ് പെർമിറ്റഡ് അല്ല. ഇവിടെ ആകുമ്പോൾ കൺസോളിഡ് അൺഡ്രെയിൻ ടെസ്റ്റ്, അതായത് ഇവിടെ ഡ്രെയിനേജ് പെർമിറ്റഡ് ആണ്, ഇവിടെ പെർമിറ്റഡ് അല്ല. അതായത് ഷിയർ സ്റ്റേജിൽ പെർമിറ്റഡ് അല്ല, കൺസോളേഷൻ സ്റ്റേജിൽ പെർമിറ്റഡ് ആണ്. പിന്നെ കൺസോളിഡ് ഡ്രെയിൻ ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സ്റ്റേജിലും പെർമിറ്റഡ് ആണ്. പിന്നെ ഈ ഇക്വേഷൻ S is equal to C plus sigma tan phi, അതിന്റെ ഫെയിലിയർ എൻവലപ്പ്, മോർ സർക്കിള്, ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് GT ഉള്ളൂ. നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.